രാത്രിയിൽ ഈ ദേശത്തോട് സംസാരിക്കാൻ പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ച ദൈവിക ദൂത് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. എഫേസ്യ ലേഖനം 1:15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ആ വാക്യങ്ങൾ ഇവിടെ പരസ്യമായി വായിക്കും. എഫേസ്യ ലേഖനം 1:15, 16, 17, 18, 19 വാക്യങ്ങൾ മയക്കുന്നു കൊടുത്താട്ട് ഈ 5 വാക്യങ്ങൾ ഇവിടെ വായിക്കുകയാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അതുനിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവ് യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിന് വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ചൊന്ന് കണ്ണുകളെ അടച്ചു പ്രാർത്ഥിക്കാമോ? ഈ കൺവെൻഷൻ്റെ 2-ാം രാത്രിയിൽ പ്രതീക്ഷയോടെ നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. കടന്നു വന്നവരാരും കർത്താവിനെ അറിയാത്തവരല്ല. ഏറെക്കുറെ എല്ലാവരും അഭിഷേകം പ്രാപിച്ചവരുമാണ്. അതുകൊണ്ട് സദസ്സിലെന്നില്ല, വേദിയിലെന്നല്ല, ഗ്രൗണ്ടിലെന്നില്ല, അധരങ്ങൾ തുറന്നൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ അധരങ്ങൾ തുറന്നൊന്ന് പ്രാർത്ഥിക്കുക. ചടങ്ങ് തീർക്കാൻ ആരും ഇവിടെ ഇരിക്കരുത്. കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഈ പന്തലിൻ്റെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ആ സാന്നിധ്യം അറിയുന്ന മക്കൾ അപ്പന് കൊടുക്കുന്നതാണ് ആരാധനയെങ്കിൽ അധരം തുറന്ന് അല്പസമയം കർത്താവിനെ ആരാധിക്കാൻ കഴിയുമെങ്കിൽ അധരം തുറന്ന് കർത്താവിനെ ആരാധിക്കുക. ഈ രാത്രിയിലും വചനത്തിൻ്റെ വ്യാപാരത്തിനെതിരെ ചിറക് വിരിച്ചു നിൽക്കുന്ന അന്ധകാര ശക്തികൾ അതെത്ര പ്രബലമാണെങ്കിലും നമ്മുടെ ആരാധനയിൽ തകരണം. ദേശത്തോട് വെല്ലുവിളിക്കുന്ന ദേശാധിപ ശക്തികൾ തകരണം. കൃപ പ്രാപിച്ച ദൈവമക്കൾ അധരങ്ങൾ തുറന്നൊന്ന് പ്രാർത്ഥിച്ചാട്ട്. കരമടിച്ച് ആരാധിക്കാൻ കഴിയുമെങ്കിൽ കരമടിച്ച് കർത്താവിനെ ആരാധിക്കുക. അന്യഭാഷയിൽ ആരാധിക്കാൻ കഴിയുമെങ്കിൽ അന്യഭാഷയിൽ കർത്താവിനെ ആരാധിക്കുക. ഇടതും വലതും നമ്മൾ നോക്കണ്ടെന്നേ, മുമ്പിലും പുറകിലും നോക്കണ്ട. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിനായി ജീവിതത്തെ അങ്ങോട്ട് വിട്ടുകൊടുത്തുകൊണ്ട് കർത്താവേ, ഞാൻ വന്നതുപോലെയല്ല, ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം എനിക്ക് തിരിച്ചറിയണം. അങ്ങനെ ആഗ്രഹത്തോടു കൂടെ ഒരുമിച്ച് അധരങ്ങൾ തുറന്ന് കരങ്ങൾ അടിച്ച് അല്പസമയം ആത്മനിറവിൽ കർത്താവിനെ ആരാധിക്കുക. അധരങ്ങൾ തുറന്നു പ്രാർത്ഥിക്കാം. അധരങ്ങൾ തുറന്നു പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ്. വചനത്തിൻ്റെ വാതിലുകൾ ഞങ്ങൾക്കായി തുറക്കണമേ. മാനുഷിക ശബ്ദമല്ല, ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിക്കും. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ, ആമേൻ. ഇനിയുള്ള 1 മണിക്കൂറിൽ താഴെയുള്ള സമയം വളരെ പ്രസക്തമായൊരു സന്ദേശം ദേശത്തോടും കടന്നു വന്ന ദൈവജനത്തോടും കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. എഫേസ്യ ലേഖനം പൗലോസിനാൽ എഴുതപ്പെട്ട വളരെ മനോഹരമായൊരു ലേഖനമാണ്. അത് ഏറ്റവും കൃത്യമായും വ്യക്തമായും വളരെ ഉജ്ജ്വലമായും മനോഹരമായും അവതരിപ്പിച്ചത് കൊണ്ടാകണം എഫേസ്യ ലേഖനത്തിന് ചിന്തകന്മാർ കൊടുത്തിരിക്കുന്ന ഒരു പേര് ഇത് ലേഖനങ്ങളുടെ രാജ്ഞി എന്നാണ്. മറ്റൊരു പേര് കൂടെയുണ്ട്, അത് ലേഖനങ്ങളിലെ സുവിശേഷം എന്നാണ്. സുവിശേഷവുമായി ബന്ധപ്പെട്ട 5 ഉജ്ജ്വലമായ അത്യുജ്വലമായ പ്രമേയങ്ങൾ വളരെ കൃത്യമായി ലൈബ്രറിയിൽ പുസ്തകം അടുക്കി വച്ചിരിക്കുന്നത് പോലെ അടുക്കി വച്ചിരിക്കുന്ന ഒരു ലേഖനമാണ് എഫേസ്യ ലേഖനം. തിരഞ്ഞെടുപ്പെന്നും ദത്തെടുപ്പെന്നും മുൻനിയമനമെന്നും വീണ്ടെടുപ്പെന്നും തുടങ്ങി രക്ഷ, അങ്ങനെ 5 പ്രമേയങ്ങൾ 1-ാം അധ്യായത്തിൽ അവതരിപ്പിച്ചിട്ട് അതിൻ്റെ ഏറ്റവും സുന്ദരമായ വ്യാഖ്യാനങ്ങളാണ് 1 തുടങ്ങി 6 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക. ഈ പ്രമേയങ്ങളെ എല്ലാം കൂടെ ചേർത്തിണക്കിക്കൊണ്ട് പൗലോസ് പറയുന്ന, സമന്വയിപ്പിച്ചുകൊണ്ട് പൗലോസ് പറയുന്ന ഒരു വാചകമാണ് നമ്മൾ എപ്പോഴും പറയാറുള്ള എഫേസ്യ ലേഖനത്തിൻ്റെ കീ വേഴ്സ് എന്ന് പറയുന്നത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും. എൻ്റെ പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൻ്റെ ഒരു കരുത്തെന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാ സന്ദേശങ്ങൾക്കും മനുഷ്യൻ്റെ പുറമേ ഉള്ളതിനെ തൊടാൻ പറ്റും, പക്ഷേ മനുഷ്യൻ്റെ ആത്മാവിനെ തൊടാൻ കരുത്തുള്ളത് ഒന്നേ ഉള്ളൂ, അത് സുവിശേഷമാണ്. ഇനി ഏറ്റവും പ്രസക്തമായ 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ അത് 1-15 മുതലുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന്, ആരാണ് ക്രിസ്തു? 1-15, 16, 17 വാക്യങ്ങളിൽ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. യേശുവാര്? ദൈവം ഏകൻ. ലോകത്തിന് ലഭിച്ച ഏറ്റവും വലിയ വെളിപ്പാടാണ് ദൈവപുത്രനായ ക്രിസ്തു.
അത് കേൾക്കുമ്പോൾ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞൂടെ എന്ന് പറഞ്ഞാൽ, കാണുന്ന പലതിലും ഒന്നല്ല നമ്മൾ ആരാധിക്കുന്ന ക്രിസ്തു. ജീവനുണ്ടെന്ന് പറയാൻ ഏക കർത്താവ്, ഏക രക്ഷിതാവ്, ഏക ദൈവം, അത് നമ്മൾ ഉയർത്തുന്ന ക്രിസ്തുവാണ്. ഇനി 1:15-16-17 വാക്യങ്ങളിലാണത്. 1:20 വാക്യം. എന്താണ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ മഹത്വം? ക്രിസ്ത്യാനിത്വത്തിൻ്റെ മഹത്വം, ഉയർത്തെഴുന്നേറ്റവൻ ഒരുവനേ ഉള്ളൂ, അത് ക്രിസ്തു. ഉലക മഹാന്മാരെല്ലാവരും കല്ലറകളിൽ വാസം ചെയ്യുമ്പോൾ കല്ലറകളെ തകർത്ത് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ഒരു അരുമനാഥൻ. അതാണ് 1:20 വാക്യം. 1:23 എന്താണ് സഭ? സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ പ്രമേയങ്ങളെയെല്ലാം കൂടെ ഉജ്ജ്വലമായി അവതരിപ്പിച്ചത് കൊണ്ടാണ് സുവിശേഷത്തിന് ഇത്രയും കരുത്ത്. അതുകൊണ്ടാണ് സുവിശേഷം ജനത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാഷ്ട്രീയ പ്രസംഗം നടത്തിയിട്ടുള്ള ആളാണ്. എന്നാൽ രാഷ്ട്രീയ പ്രസംഗം നടത്തിയപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പറയുമ്പോഴുള്ള പറച്ചിലേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ടൊരു സന്തോഷമില്ല. എന്നാൽ സുവിശേഷം പ്രസംഗിച്ച് തുടങ്ങിയിട്ട് 1 മിനിറ്റ് പോലും ഇത് താഴെ വെക്കാൻ തോന്നിയിട്ടില്ല. പിന്നെയും പ്രസംഗിക്കാൻ തോന്നിയതിൻ്റെ കാര്യം, ഇത് മനുഷ്യനെ മാറ്റുന്നത് ഞാൻ കണ്ടതുകൊണ്ടാണ്. ഞാനും പാഷ സാബു വാര്യപ്പള്ളി, ഞങ്ങൾ PYP പ്രവർത്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 3 സുവിശേഷ യാത്രകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്, 3, കേരളം മുഴുവൻ. അപ്പോഴേക്കും ഞാൻ അത്യാവശ്യം പ്രസംഗിച്ച് തുടങ്ങി. എന്നാൽ ഞാൻ IPCയുടെ കേരള സ്റ്റേറ്റ് ഇവാഞ്ചലിസം ബോർഡിൽ പക്ഷേ ദാനിയേൽ കൊന്നൽക്കുന്നിൽ അവരോട് ഒരുമിച്ച് പ്രവർത്തിച്ചൊരു കാലം ഉണ്ടായിരുന്നു. എന്നെ അതിൽ അപ്പോയിൻറ്റ് ചെയ്തത് യഥാർത്ഥത്തിൽ ഒരു ഓഫീസ് സ്റ്റാഫായിട്ടാണ്. വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് പ്രസംഗിച്ച് തുടങ്ങിയതാണ്. എന്നാൽ ആദ്യത്തെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു, ഇനി അവസാന ശ്വാസം വരെ തലതല്ലിപ്പറിച്ചാലും മുട്ടുകാല് തല്ലി ഒടിച്ചാലും പേപ്പട്ടിയെപ്പോലെ തല്ലിപ്പായിച്ചാലും അവസാന ശ്വാസം വരെ യേശുവിനെ പ്രസംഗിക്കും. അതിനൊരു കാരണമുണ്ട്. എന്നെ തൊട്ടൊരനുഭവം. ഞങ്ങളിങ്ങനെ സുവിശേഷ യാത്രയായി ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഏകദേശം കണ്ണൂർ ചൊവ്വ എന്ന് പറയുന്നൊരു സ്ഥലത്തെത്തി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇന്ന് കർത്താവ് ശക്തമായി ഉപയോഗിക്കുന്ന ഭാഷ ഫെയ്ത്ത് ബ്ലസം പള്ളിപ്പാടുണ്ട്, ഞാനുണ്ട്. അപ്പോൾ ഈ മിക്കയിടത്തും പ്രസംഗിക്കുന്നത് ഫെയ്ത്താണ്. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേന് ഫെയ്ത്തിനെ സംബന്ധിച്ചിടത്തോളം ആകെ ടയർഡായി. അപ്പോൾ വേറെ ആരും പ്രസംഗിക്കാനില്ല. അപ്പം വന്ന പോലെ പാസ്റ്റേഴ്സിനോട് ചോദിച്ചു, നിങ്ങൾ പ്രസംഗിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അവരാരും പ്രസംഗിക്കാൻ തയ്യാറല്ല. അപ്പോൾ അവസാനം നറുക്ക് എനിക്ക് വീണു. ഞാൻ ആദ്യമായിട്ട് പ്രസംഗിക്കുകയാണ്. പക്ഷെ പ്രസംഗിച്ച അനുഭവം ഞാൻ ഇപ്പോഴും മറക്കത്തില്ല. പ്രസംഗം അങ്ങോട്ട് തുടങ്ങിയപ്പോൾ കാണാം ഒരു ചേട്ടൻ കൈലി അങ്ങോട്ട് മടക്കി കുത്തിയിട്ട് കയ്യിൽ ബീഡിയൊക്കെ വലിച്ചിട്ട് എന്നെ പേടിപ്പിച്ചുകൊണ്ട് വന്ന് നിൽക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ ഒരു രക്ഷയില്ല, ഇയാൾ മാറത്തില്ല, എൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നു. പ്രസംഗിക്കാതിരിക്കാൻ പറ്റില്ല. ഇന്നാണെങ്കിൽ ഞാൻ നോക്കാതെ പ്രസംഗിക്കും, ഗൗനിക്കാതെ പ്രസംഗിക്കും. പക്ഷെ അന്ന് ഭയമാണ്. അതുകൊണ്ട് ഞാൻ നേരെ സൈഡിലോട്ട് തിരിഞ്ഞപ്പോൾ ഈ ചേട്ടൻ നേരെ എൻ്റെ മുമ്പിൽ വന്നു. അപ്പം മുമ്പിൽ വന്നപ്പോൾ എനിക്ക് രക്ഷപ്പെടണമല്ലോ, ഞാൻ ബാക്കിലോട്ട് തിരിഞ്ഞു. പുള്ളി നേരെ ബാക്കി വന്നു. അപ്പോൾ ഈ ടേബിൾ ഫാൻ കറങ്ങുന്ന പോലെ ഞാനും കറങ്ങുന്നുണ്ട്, ഈ പുള്ളിയും കറങ്ങുന്നുണ്ട്. അപ്പോൾ പ്രസംഗിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനൊരു പരിപാടി ചെയ്തു, കണ്ണടച്ചു പ്രസംഗിച്ചു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കാണും ഞാൻ ഈ പുള്ളി എവിടം വരെ ആയെന്നറിയാൻ വേണ്ടി കണ്ണ് തുറന്നപ്പം പഴയ ചേട്ടനല്ല. കയ്യിലൊക്കെ മര്യാദയ്ക്ക് അടിച്ചിട്ടിട്ട് കയ്യിൽ ബീഡി പുകയുന്നില്ല, കണ്ണ് നിറഞ്ഞിട്ട് ഭവ്യതയോടെ നിന്ന് ഈ സുവിശേഷം കേൾക്കുകയാണ്. അപ്പം ഞാൻ പ്രസംഗിച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഓടി ഇങ്ങോട്ട് വന്ന് കൈ പിടിച്ച് തലയിലോട്ട് വെച്ചിട്ട് പറഞ്ഞു, പ്രാർത്ഥിക്കും സാറേ. സത്യം പറഞ്ഞാൽ അടിച്ചതിൻ്റെ വീര്യം കൂടാ, എങ്കിലും പ്രാർത്ഥിക്കാൻ പറഞ്ഞല്ലോ. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറയാണ്, എൻ്റെ വീട്ടിൽ വന്നേ പറ്റൂ. അപ്പോൾ അവിടെ നിന്ന് ഓട്ടോ ഓടിക്കുന്ന സഹോദരന്മാരുണ്ട്. അവർ പറഞ്ഞു, ഇവന് വട്ടാണ്, ഇവൻ തല്ലും, പാർശ്വ വീട്ടിലൊന്നും പോരുത്. അപ്പം ഞാൻ ചിന്തിച്ച് അടിക്കൊള്ളുന്നെങ്കിലും സാരമില്ല, ആദ്യത്തെ അനുഭവം അല്ലേ, പോവും. അപ്പം ഞാൻ കൂടെ നിന്ന് പാർശ്വമാരോട് പറഞ്ഞു, നമുക്ക് ആ പുള്ളിയുടെ പാർശ്വമാരൊരെണ്ണം വന്നില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ഭാര്യയും മക്കളും എല്ലാം ഉണ്ട്. എന്നാൽ ഈ ഫെയ്ത്ത് എൻ്റെ കൂടെ വന്നു, നമുക്ക് വാച്ചാന്ന് പറയും. അപ്പം ഞങ്ങൾ നേരെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവാണ്. അപ്പം ഞാൻ ഇപ്പോഴും മറക്കത്തില്ല ആ വീട്ടിലോട്ട് ചെന്ന് കയറുന്നത്. അടുക്കള വഴിയാണ് അകത്തോട്ട് കയറുന്നത്. അടുക്കളയിൽ തേങ്ങ പൊതിച്ചിട്ട് കൂട്ടിയിട്ടിരിക്കുന്നത് പോലെ അടിച്ച കുപ്പികൾ കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുകയാണ്. നേരെ ഹോളിനകത്തേക്ക് കയറി അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഭാര്യയും മക്കളും കൂടെ ഇറങ്ങി വന്നിട്ട് ഭാര്യ ചോദിച്ചു, ഉപദേശി എന്തിനാ പ്രാർത്ഥിക്കുന്നേ? ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ മദ്യപാനം നിർത്താനാ. പറഞ്ഞ വാചകം പരസ്യമായിട്ട് ലൈവല്ലേ വിളിച്ചു പറയാണ്. ആ ഭാര്യ പറയാം, തൊലയാൻ പ്രാർത്ഥിക്കും പാസ്റ്ററെ, ഒരു സമാധാനം ഈ മനുഷ്യനെ കൊണ്ടില്ല. ഇതും കൂടെ കേട്ടപ്പെടുത്തേന് ഈ മനുഷ്യനെ കൊണ്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. നേരെ നിന്ന മനുഷ്യനാണ് മുട്ടുമേ വീണ മനുഷ്യൻ നെടുമ്പാട് വീണു. അവിടെ കിടന്നിട്ട് അലറിക്കൊണ്ട് പറഞ്ഞു, യേശുവേ എന്നെ രക്ഷിക്കണേ. ഞാനും ഫെയ്ത്തും കൂടെ അങ്ങോട്ട് ഇരുന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ തലയിലോട്ട് കൈവച്ച് പ്രാർത്ഥിച്ചു. ആ
പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ ചെന്നു. പിറ്റേന്ന് രാവിലെ ഈ മനുഷ്യൻ്റെ കോള് വരികയാണ്. ഞാൻ എടുത്തത് ഭയത്തോടെ. ഞാൻ വിളിച്ചത് അടിച്ച വീര്യത്തിനുള്ളിൽ കാണിച്ച പരിപാടി ഇതൊക്കെ. ആ വീര്യം കെട്ട് കഴിഞ്ഞപ്പോൾ എന്നെ എന്തോ അസഭ്യം പറയാൻ വേണ്ടി വിളിക്കാമെന്നും പറഞ്ഞാൽ ഞാൻ എടുക്കുന്നേ. പക്ഷേ അദ്ദേഹം പറഞ്ഞ വാചകം ഞാനത് പറയാം. എൻ്റെ പാസ്റ്ററെ, കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ കഴിഞ്ഞ രാത്രി ഒരു തുള്ളി മദ്യം പോലും നാവിത്തൊടാതെ ഞാൻ സുഖമായിട്ടുറങ്ങി. മെനഞ്ഞാന്ന് രാത്രി ഞാൻ പ്രസംഗിച്ചത് കണ്ണൂരാണ്. ഇനി കേൾക്കണം. ഇന്ന് ആ ഭാര്യയ്ക്ക് നല്ലൊരു ഭർത്താവായി, മക്കൾക്ക് നല്ലൊരു അപ്പനായി, അതിലുപരിയായി ഈ വചനം ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യനാക്കി ആ വ്യക്തിത്വത്തെ മാറ്റിയെങ്കിൽ സുവിശേഷം നമുക്കെങ്ങനെ പ്രസംഗിക്കാതിരിക്കാൻ പറ്റും? ഈ പരസ്യ സ്ഥലത്ത് ഈ സുവിശേഷം പറയാൻ കാര്യം എന്നറിയാവോ? ഏത് തകർന്നവനെയും പൊക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് സുവിശേഷമാണ്. ഇന്ന് രാത്രി ഇതിന്റെ വക്താവാകാൻ ഭാഗ്യം ലഭിച്ച പ്രിയപ്പെട്ടവർ ആ കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ട്. ഇതുപോലെ സമാനതകളില്ലാത്തൊരു സന്ദേശം വേറെ ഉലകത്തിലില്ല. ഹല്ലേലൂയ. ഇത് കണ്ടാണ് സുവിശേഷത്തിന് ഇത്രയും കരുത്ത്. ഇത് പൗലോസിൻ്റെ പ്രാർത്ഥനയാണ്. പൗലോസിൻ്റെ 12 പ്രാർത്ഥനകൾ നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. 2 പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എഫേസ്യ ലേഖനത്തിലാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. 1:16-19, 3:16-19. അപ്പോൾ ഓർക്ക് എളുപ്പമല്ലേ? 1:16-19, 3:16-19. അപ്പോൾ അതിൽ 3:16-19 ഞാൻ വരുന്നില്ല. പക്ഷെ 1:16 മുതലുള്ള വാക്യങ്ങളാണ് നമ്മളിവിടെ വായിച്ചത്. ഇനി പൗലോസിൻ്റെ ആ പ്രാർത്ഥന നിങ്ങൾ നോക്കിയേ. അത്യാവശ്യം വെട്ടമുണ്ടല്ലോ അല്ലേ? കാണാൻ കഴിയുമല്ലോ ബൈബിള് അല്ലേ? കണ്ണ് ബുദ്ധിമുട്ടുള്ളവരുണ്ട് എങ്കിലും ബൈബിൾ എടുക്കാൻ കഴിയുന്നവരെല്ലാം ഒന്ന് എടുക്കാവോ? ബൈബിൾ ദൈവദാസന്മാരും സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ബൈബിളൊന്ന് എടുത്തേ. എന്നിട്ട് 1:16 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ചൊന്ന് വായിക്കാൻ പോവാണ്. 1:16 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പം പൗലോസ് എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? ഇടവിടാതെ പ്രാർത്ഥിക്കുകയാണ്, ഗ്യാപ്പില്ലാതെ പ്രാർത്ഥിക്കുകയാണ്. ശ്രദ്ധിക്കുക, ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ പാസ്റ്റർമാർ വേദിയിലിരിപ്പുണ്ട്. അവർ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുമായിരിക്കും. നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി കരയുമായിരിക്കും. ഞാനും പ്രാർത്ഥിക്കും. പക്ഷെ ഒരിക്കലും ഗ്യാപ്പില്ലാതെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടോ? അപ്പൊ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം, ഇത് നമുക്ക് ചിന്തിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പൗലോസെ എഴുതുന്നതിനിടയിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചതാണ് അല്ല. പൗലോസ് ജനത്തോട് പറയുമ്പോഴും പറയുന്നുണ്ട്, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എപ്പോഴും പ്രാർത്ഥിപ്പീൻ. ഇനി ഈ പൗലോസ് തിമത്യോസിന് ലേഖനം എഴുതുമ്പോൾ തിമത്യോസിനോട് പറയുന്നൊരു കാര്യമുണ്ട്. മോനെ, രാവും പകലും കണ്ണീരോടെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇപ്പം ചാക്കോ പാസ്റ്റർ വേദിയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. പാസ്റ്റർ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് നല്ല കാര്യമാണെങ്കിലും അത്ഭുതം ഉണ്ടോ അതിൽ? ഇല്ല. എൻ്റെ കാര്യം പ്രാർത്ഥിക്കുന്നത് ആർക്ക് വേണ്ടിയാ? മക്കൾക്ക് വേണ്ടിയാ. പക്ഷേ ദൈവദാസൻ എനിക്ക് വേണ്ടി കരഞ്ഞാലോ അതൊരത്ഭുതമല്ലേ? ഈ പൗലോസിൻ്റെ ആരാ തിമത്യോസ്? സ്വന്തം മോനൊന്നും അല്ലല്ലോ. ബയോളജിക്കൽ മോനാണോ? അല്ല. രക്തബന്ധം ഇല്ലാത്ത ഒരു പൈതലിന് വേണ്ടി, ഒരു മകന് വേണ്ടി ഒരു മനുഷ്യൻ കരഞ്ഞാൽ അതൊരത്ഭുതമല്ലേ? സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ സുവിശേഷം പറയുമ്പോൾ ദേശത്തോടൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. ഈ കാശ് കൊണ്ട് രക്ഷപ്പെടാത്ത സമയം വരും, വിദ്യാഭ്യാസത്തിന്റെ മഹിമ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയാത്ത സമയം വരും. പക്ഷെ ഇതിനകത്ത് വരാൻ കാരണം, ഇതിനകത്ത് വന്നാലേ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുക. കാരാഗ്രഹത്തിൽ കിടന്ന് പ്രാർത്ഥിക്കുവാന്നല്ല പറഞ്ഞേക്കുന്നത്, കാരാഗ്രഹത്തിൽ കിടന്നിട്ട് ഉറങ്ങുവാണ്. പക്ഷെ കാരാഗ്രഹത്തിൽ കിടന്ന് ഉറങ്ങുമ്പോഴും ഉറങ്ങാത്തൊരു കൂട്ടമുണ്ട്. ആരാന്നറിയാമോ? ചർച്ച്. അവർ ഉറങ്ങുന്നില്ല. അവർ കാരാഗ്രഹത്തിനകത്ത് പത്രോസ് കിടക്കുമ്പോഴും ആലയത്തിനകത്ത് ഉറങ്ങാതിരുന്നു പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന കാരാഗ്രഹത്തിനകത്ത് കിടന്ന പത്രോസിനെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ, ഈ കൺവെൻഷന്റെ 2ാം രാത്രി ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ഒരു സാധാരണ കൺവെൻഷൻ അല്ല. ഇതിനകത്ത് ദേശത്ത് സമാധാനമില്ലാത്ത, ദേശത്ത് കുരുങ്ങിക്കിടക്കുന്ന ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ കർത്താവിനാൽ നിയോഗിതമായൊരു യോഗമായത്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന കരുത്തുള്ളൊരു കൂട്ടമാണ് ദൈവമക്കൾ. ഇനി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഗ്യാപ്പില്ലാതെ? അല്ലെങ്കിൽ പ്രാർത്ഥന ഒരു ജീവിതമാക്കാൻ പറ്റുമോ? അപ്പോൾ അത് പൗലോസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ശൈലികൾ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കിയേ. 1:16 വാക്യം പറയാണ്, നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ
സ്തോത്രം ചെയ്ത്. ആ വാചകം ഉറച്ചൊന്ന് പറഞ്ഞ് എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? സ്തോത്രം ചെയ്ത്, സ്തോത്രം ചെയ്ത്. കേൾക്കണം, പെന്തക്കോസ്തുകാർക്ക് പണ്ടുള്ളൊരു വിളിപ്പേര് തന്നെ ഉണ്ടായിരുന്നു, സ്തോത്രക്കാരാന്ന. എൻ്റെ വല്യമ്മച്ചയെ നാട്ടുകാർ കളിയാക്കി പറയുന്ന പേരായിരുന്നു സ്തോത്രക്കാരി. എൻ്റെ കൂടെ നമ്മുടെ ക്രൈസ്തവ സമുദായത്തിലുള്ളതല്ല, പുറത്തുള്ള 2 കൂട്ടുകാർ വണ്ടിക്കകത്ത് കയറി. അപ്പോൾ വാഹനം ഇങ്ങനെ മുമ്പോട്ട് പോവാൻ. അപ്പോൾ എൻ്റെ മമ്മി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവരെന്നോട് ചോദിക്കുകയാണ്, എൻ്റെ ശിവനെ, നിൻ്റെ മമ്മിയെ കണ്ടപ്പോൾ ഒരു അത്ഭുതം, ഓരോ ബ്രേക്ക് നീ ചവിട്ടുമ്പോഴും നിൻ്റെ അമ്മ വണ്ടിക്കകത്തിരുന്ന് എന്തിനാടാ ഈ സ്തോത്രം പറയുന്നത്? അവർക്കതിൻ്റെ വില അറിയാവോ? നമ്മൾ നിന്നത് ഈ സ്തോത്രത്തിൻ്റെ കാര്യത്തിലല്ലേ? ഇപ്പം കൺവെൻഷൻ അതുകൊണ്ട് പറയാണ്, ഈ ശുശ്രൂഷിക്കുന്നിടത്ത് തന്നെ സ്തോത്രത്തിൻ്റെ അന്തരീക്ഷത്തെ ശുശ്രൂഷിക്കാൻ ഒരു സുഖ. ചിലരുണ്ട് വന്നിരിക്കുന്ന സമയം മുതൽ അവസാനം വരെ ഇരുന്ന് ഉറങ്ങിക്കളയും. പക്ഷേ വന്നിരിക്കുന്ന സമയം മുതൽ ആര് പ്രസംഗിച്ചാലും സാരമില്ല, ഇരിക്കുന്നിടത്തിരുന്ന് സ്തോത്രം പറയുന്നിടത്ത് പ്രസംഗിക്കാൻ തന്നെ ഒരു രസമാണ്. പൗലോസ് പറയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? സ്തോത്രം ചെയ്ത്. പിന്നെ 3:15 മറ്റൊരു ശൈലി പൗലോസ് പറയുന്നുണ്ട്, ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നെന്ന്. ഇപ്പം ഒരുമാതിരിപ്പെട്ട പ്രാർത്ഥനകളിലൊന്നും ഞങ്ങൾ കസേര നിറങ്ങത്തില്ല, ഇവിടെ തന്നെ ഇരിക്കും. പക്ഷേ ഒരു നല്ല പ്രശ്നം വന്നാൽ പിന്നെ കസേര ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, അപ്പം കസേര മാറ്റും, പിന്നെ നെടുമ്പാട് വീഴും. പക്ഷെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ജീവിതത്തിൻ്റെ പ്രശ്നത്തിൻ്റെ നടുവിൽ മനുഷ്യൻ്റെ മുമ്പിൽ കൈനീട്ടരുത്. പക്ഷെ മുട്ടുകുത്തി തമ്പുരാൻ്റെ സന്നിധിയിൽ ഇരുന്നാൽ എത്ര വലിയ പ്രതിസന്ധി മാറും. 3 വർഷം കൊണ്ടുണ്ടായ വരൾച്ച ഒരു ഭക്തന്റെ മുട്ടുകുത്തിയുള്ള പ്രാർത്ഥനയുടെ മുമ്പിൽ മാറിയെങ്കിൽ, കല്ലെറിഞ്ഞു കൊല്ലുമ്പോഴും ഭക്തൻ മുട്ടുകുത്തിയപ്പോൾ സ്വർഗം എഴുന്നേറ്റെങ്കിൽ, മരണത്തിന് തൊട്ടു മുമ്പിലും ഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ദൂതനിറങ്ങി ശക്തീകരിച്ചെങ്കിൽ, മരണരേഖ എഴുതി വെച്ചപ്പോഴും ഒരു ഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ മരണരേഖ മാറിയെങ്കിൽ, വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ദൈവമൈതലേ, നമ്മുടെ കണ്ണീരിന് മുമ്പിൽ മാറാത്ത വ്യാധികളില്ല. പിന്നെ ഏറ്റവും പവർഫുള്ളായ ഒരു പ്രാർത്ഥനാ രീതി ഞാൻ പറയാം പൗലോസിന്റെ. അത് എഫേസ്യ ലേഖനം 6:18 വാക്യമാണ്. നമുക്കറിയാവുന്ന വാക്യമാണ്. ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു. എങ്ങനെയാണ്? ആത്മാവിൽ. ബുദ്ധിയിൽ പ്രാർത്ഥിക്കാം, ബുദ്ധിയിലുള്ള പ്രാർത്ഥന തെറ്റൊന്നുമല്ല. പക്ഷേ ആത്മാവിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ഫൈറ്റാണ്, ഒരു പോരാട്ടമാണ്. ഇതൊരു സുവിശേഷ യോഗമാണ്, എനിക്കറിയാം. പക്ഷെ സുവിശേഷ യോഗത്തിലും പരസ്യമായിട്ടിരുന്ന അന്യഭാഷ പറയാൻ ഒരു ലജ്ജയും വേണ്ട. കാര്യം നമ്മളെ വളർത്തിയതും അഭിഷേകമാണ്. ഈ ആത്മാവിലുള്ള പ്രാർത്ഥനയുടെ കരുത്ത് എത്ര സംഭവങ്ങളിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഞാനൊരു കുറേ നാളുകളായി, 2 വർഷമെങ്കിലും ആയി കാണുന്ന എൻ്റെ ചിന്ത. കോതമംഗലത്തൊരു യോഗത്തിന് ഞാൻ പ്രസംഗിക്കുക, ഒരു പ്രാദേശിക PYPക്കാരുടെ യോഗമാണ്. എനിക്ക് തോന്നുന്നു ആ യോഗത്തിന് ഏറ്റവും കുറഞ്ഞത് ഒരു 300 പേരെങ്കിലും ആ യോഗത്തിന് കാണും എന്നാണ് എൻ്റെ ഒരു ചിന്ത. പ്രസംഗമെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, അല്ല പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവക്കാം എന്ന് പറഞ്ഞപ്പോൾ ഒരു പെങ്കൊച്ച് കൈവക്കി, വേറെ ആരില്ല. അത് അത്ഭുതമൊന്നും അല്ലല്ലോ. 300 പേരിൽ ഒരാൾ കൈവക്കുന്ന അത്ഭുതമാണോ? അല്ല, ഒരാൾ. അപ്പം ഞാൻ ആ കുഞ്ഞിനെ മുമ്പോട്ട് വിളിച്ചു, അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം ഈ കുണ്ടറയ്ക്കടുത്തൊരു കൺവെൻഷന് വേണ്ടി ഞാനിങ്ങനെ പോകുമ്പോൾ എനിക്ക് കോള് വരുന്നു. എന്നോട് ചോദിച്ചു, അച്ചാച്ച എന്നെ മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ല. മെനഞ്ഞാന്ന് കോതമംഗലത്ത് വന്ന് പ്രസംഗിച്ചില്ലേ, അവിടെ അവസാനം പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പം കര ഉയർത്തിയില്ലേ ഒരാളായിട്ട്? ഞാൻ പറഞ്ഞു, മോളെ മനസ്സിലായി. ഞാൻ ചോദിച്ചു, മോളെന്തിനാ എന്നെ വിളിച്ചേ? ഉടനെ എടുത്തു പറഞ്ഞു, എൻ്റെ പാസ്റ്ററേ, എനിക്കൊരു വലിയ സാക്ഷ്യം പറയാനുണ്ട്. പറയുന്നതിനിടയിലും കരയുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് 24 വയസ്സാണ്. എൻ്റെ ശരീരത്തിൽ ഭയങ്കര ഒരു പ്രതിസന്ധി കുറേ ദിവസങ്ങളായിട്ട്. അതിൻ്റെ കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതാണ് ഗൗരവം. പല ഹോസ്പിറ്റലിലും പോയി, രോഗം കണ്ടുപിടിച്ചില്ല. അവസാനം എറണാകുളം ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് രോഗം കണ്ടുപിടിച്ചത്. ക്യാൻസർ ആണ്, 3rd സ്റ്റേജ് പിന്നിട്ട് കഴിഞ്ഞു, അറിഞ്ഞില്ല. ആ റിപ്പോർട്ട് കിട്ടി തകർന്നാണ് വീട്ടിൽ വരുന്നത്. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ അപ്പം പറഞ്ഞു, മോളെ റെഡിയാവും, നമുക്ക് ചർച്ചിൽ കൺവെൻഷൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ കൊച്ചു പറഞ്ഞു, എൻ്റെ അപ്പേ ഇത്രയൊക്കെ ദൈവത്തെ വിളിച്ചിട്ട് നമ്മുടെ ഗതി ഇതായില്ലേ, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷെ അപ്പം ബുദ്ധിയുള്ള ആളാണ്. അപ്പം പറഞ്ഞു, മോളെ നീ ഒരുങ്ങി വാ, കാരണം ലേക്ക് ഷോറിലെ ഡോക്ടറല്ലേ പറഞ്ഞ നടക്കത്തില്ലെന്ന്. പക്ഷെ നമ്മൾ പോകുന്ന സ്ഥലമുണ്ടല്ലോ, അത് അസാധ്യങ്ങളെ സാധ്യമാകുന്ന സ്ഥലമാണ്. അങ്ങനെ അപ്പൻ്റെ നിർബന്ധത്തിന് യോഗത്തിന് വന്നേ. എന്നിട്ട് പറഞ്ഞു, അവസാനം പ്രസംഗത്തിന് എനിക്കൊന്നും തോന്നിയില്ല, പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ആരോ പറയാണ് കൈപൊക്കിയേക്കാം. അങ്ങനെ കൈ ഉയർത്തിയേ. മുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ചപ്പോഴും എനിക്കൊന്നും തോന്നിയില്ല ചാ.
പക്ഷെ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ പോവാണ്. എൻ്റെ പപ്പയാണ് ഡ്രൈവ് ചെയ്യുന്നത്. പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ ഷോക്ക് അടിക്കുന്ന പോലൊരു അനുഭവം. അപ്പം ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പ പറഞ്ഞു, മോളെ ദൈവം നിന്നെ തൊടുവാടി. സ്റ്റിയറിങ് തിരിക്കുന്നതിൻ്റെ ഇടയിൽ അപ്പ അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിച്ചു. പുറകിലിരിക്കുക അമ്മ വണ്ടിയുടെ ബാക്ക് സൈഡിൽ ഇരുന്നിട്ട് കൈയടിച്ച് ആത്മനിറവിൽ ദൈവത്തെ ആരാധിച്ചു. ഏകദേശം 40 മിനിറ്റ് ഉണ്ട് യോഗ സ്ഥലത്തുനിന്ന് വീട് വരെ. അതുവരെ കാറിനകത്ത് ആരാധന. സംഭവിച്ച കാര്യം എന്നറിയാമോ? വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ലേക്ക് ഷോറിൽ ചെന്നപ്പോൾ അവർ ചെക്ക് ചെയ്യത്തില്ല. അവർ പറയുന്നത് വട്ടാഹമെന്നാണ് ചോദിക്കുന്നത്. പക്ഷെ നിർബന്ധത്തിന് വഴങ്ങി ചെക്ക് ചെയ്തപ്പോൾ ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ അങ്ങനെ ഒരു രോഗം ഇല്ല. എന്താ കാര്യം എന്നറിയാം? പ്രസംഗത്തിൻ്റെ മാറ്റല്ല, ആത്മനിറവിലുള്ള ആരാധനയ്ക്ക് കരുത്തുണ്ടെന്നേ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന സമയത്തും ചുമ്മാതിരിക്കണ്ട. കൈയടിക്കാനോ അന്യഭാഷ പറഞ്ഞോ ദൈവത്തെ ഉയർത്താനോ ഒക്കെ കരുത്തുണ്ടെങ്കിൽ ദൈവത്തെ ആരാധിച്ചോണം. കാര്യം ഞങ്ങളാരും തൊട്ടില്ലെങ്കിലും അത്ഭുത സൗഖ്യങ്ങൾ ഇതിനകത്ത് സംഭവിച്ചിരിക്കും. അപ്പൊ പൗലോസ് പറയുന്ന മൂന്നാമത്തെ ഒരു ശൈലിയാണ് ആത്മാവിലുള്ള പ്രാർത്ഥന. 4 ഫിലിപ്പിയ ലേഖനം 1:3. അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം നിർത്താം. ഫിലിപ്പിയ ലേഖനം 1:3 പറയാണ്, ഏത് നേരത്തും സന്തോഷത്തോടെ പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണ്ടേ? സന്തോഷത്തോടെ. ഇത് കേൾക്കുമ്പോഴേക്കും ഒന്ന് മുഖമൊക്കെ ഒന്ന് സന്തോഷത്തിന് വരട്ടെന്നേ. ഇപ്പം നമ്മൾ ഈ പരസ്യ മീറ്റിംഗ് ആണെങ്കിൽ അങ്ങനെ പറയണം. നമ്മുടെ ചർച്ചിലൊരു സഹോദരി പുറത്തുനിന്ന് വന്നു. ആ യോഗം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ആഴ്ച വന്നില്ല. അപ്പം ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ എന്നോട് പറയാം, എൻ്റെ പാസ്റ്റർ 100 പ്രശ്നമായിട്ട് അങ്ങോട്ട് വന്നേ. അവിടെ വന്ന് നിങ്ങളുടെ അവിടുത്തെ സാക്ഷ്യമൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അത് നോക്കുമ്പോൾ എനിക്കൊരു ഒന്നുമില്ല, പിന്നെ വന്നിട്ടില്ല. അപ്പോൾ ഒരാൾ തകർന്നകത്ത് വന്നാലും നമ്മുടെ മുഖം കാണുമ്പോൾ അവർക്കൊരു സന്തോഷം വേണം. ഈ കാരാഗ്രഹത്തിനകത്ത് പൗലോസ് കിടക്കുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. സത്യം പറഞ്ഞാൽ കാലാമത്തിലിട്ട് പൂട്ടിയത് നന്നായി, അല്ലെങ്കിൽ തുള്ളിച്ചാടിയാനെ പൗലോസിൻ്റെ സ്വഭാവത്തിന്. പിന്നെ കൈയടിക്കാൻ പറ്റുമോ? അതും പറ്റത്തില്ല, കാരണം കയ്യിൽ ചങ്ങലയാണ്. പിന്നെ കെട്ടാത്തൊരു സംഭവം ഉള്ളായിരുന്നു, നാവ്. അത് തുറന്നു, കെട്ടും പൊട്ടി, ബന്ധനം അഴിഞ്ഞു, വിടുതലും പ്രാപിച്ചു. അപ്പം നമ്മുടെ കൈ ഉയർത്താൻ പറ്റുമല്ലോ അല്ലേ? കരം അടിക്കാൻ പറ്റുമല്ലോ, ഒരു തടസ്സം ഇല്ലല്ലോ. ചുമ്മാതെ കൈയടിപ്പിച്ചല്ല. കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ കര ഉയർത്തുമ്പോൾ പലരും വെന്റിലേറ്ററിലാണ്, കൈ കെട്ടിയിട്ടിരിക്കുകയാണ്, കാല് കെട്ടിയിട്ടിരിക്കുകയാണ്. ചലിപ്പിക്കാൻ കഴിയാതിരിക്കുമ്പോൾ കര ഉയർത്താനും കരം അടിക്കാനും ആധരം തുറക്കാനും ഒക്കെ കൃപ നൽകുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപ. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ സാബുപാർഷ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഒരു അച്ഛനുണ്ട്. കുഴപ്പക്കാരൊന്നുമല്ല, നല്ല ഒരു സഹോദരനാണ്. അപ്പം ഒരു മീറ്റിങ്ങിന് പോകുന്നതിന് മുമ്പ് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരത്തുള്ളൂ. അപ്പം വളരെ ശാരീരികമായ പ്രയാസത്തിൽ അനുഭവിക്കും. അപ്പം എൻ്റെ വീട്ടിൽ പറഞ്ഞു, മോനെ ഉറപ്പായിട്ട് അച്ഛനെ കണ്ടിട്ടേ പോകാവും. അപ്പം ഞാനവിടെ ചെന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യം എന്നാണെന്നറിയാം? എനിക്കൊരാഗ്രഹമുണ്ട് മോനെ. ഞാൻ ചോദിച്ചു, മോനെ കാണാനാണോ മോളെ കാണാനാണോ? അല്ലെന്ന്. ആഗ്രഹം ഇത്രയേ ഉള്ളൂ, ചർച്ചിൽ പോയിരുന്നിട്ട് തറയിലിരുന്ന് കൈയടിച്ചൊന്ന് ആരാധിക്കണം, പോണം. പക്ഷെ നടന്നില്ല. ആള് കുഴപ്പക്കാരനൊന്നുമല്ല, ആള് നിത്യതയിലുണ്ട്. എങ്കിലും പറയാ, ഇന്ന് നമുക്ക് കൈയടിക്കാൻ പറ്റുമല്ലോ, ഇന്ന് കര ഉയർത്താൻ പറ്റുമല്ലോ. ദൈവം നൽകിയ ആരോഗ്യത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാൻ നിയോഗമുള്ളവർക്കായിട്ട് ദൈവത്തിന് മഹത്വം. അത്രയും പറഞ്ഞു പൗലോസിൻ്റെ ആ പ്രാർത്ഥനയുടെ ശൈലിയെക്കുറിച്ച് നിർത്തുകയാണ്. ഇനി പൗലോസ് പ്രാർത്ഥിക്കുന്ന 5 പ്രാർത്ഥനാ വിഷയങ്ങൾ, 5 സുവിശേഷ പ്രമേയങ്ങളും കൂടെയാണ്. അത് ദേശം കൂടെ കേൾക്കട്ടെ. അതുകൊണ്ടാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. 5 പ്രമേയങ്ങൾ പറയാൻ പോകുന്നു, 5 പ്രാർത്ഥനാ വിഷയങ്ങൾ. അത് നിങ്ങളെ കൊണ്ട് വായിപ്പിക്കുന്നില്ല, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഒന്നാമത്തെ പൗലോസിന്റെ പ്രാർത്ഥനാ വിഷയം, ദൈവമേ ഇവർക്ക് നിന്നെ കുറിച്ചുള്ള ശരിയായ അറിവ് ഇവരുടെ അകത്ത് കിട്ടണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷ യോഗത്തിന്റെ ഞങ്ങളുടെ പ്രത്യേകത എന്നറിയാമോ? ഞങ്ങളുടെ ലക്ഷ്യം എന്നറിയാമോ? ആരെയും മതം മാറ്റാനല്ല, മറിച്ച് ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും ഇസ്ലാം മതത്തിൽ വിശ്വസിച്ചവരായാലും എല്ലാവർക്കും ദൈവം ഒരുവൻ, ആ ഏക സത്യ ദൈവത്തെ ശരിക്കും ഈ ദേശം ഒന്നറിയണം. അതിനാണ് സുവിശേഷ യോഗം. അതറിയാൻ ഭാഗ്യം ലഭിച്ചതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. പിന്നെ ഇത് അറിഞ്ഞവരോട് പറയാണ്, യഥാർത്ഥത്തിൽ ഈ കാഴ്ചപ്പാട് അകത്തു കയറിയാൽ നമ്മൾ സാധാരണക്കാരല്ല. ഈ സുവിശേഷ യോഗത്തിന്റെ കരുത്ത് നമ്മൾ അങ്ങനെ തിരിച്ചറിയണം. ഇവിടെ കർത്താവിന്റെ ദാസൻ വർഷിപ്പ് ലീഡ് ചെയ്തപ്പോൾ ആ വാക്ക് പറയുണ്ടായി. എന്നറിയോ? കർത്താവ് ചോദിച്ചു, ഞാൻ ആരാ?
അപ്പം പല ആൾക്കാരും അവിടെ നിൽപ്പുണ്ട്, ശിഷ്യന്മാർ നിൽപ്പുണ്ട്, അവരാരും ഉത്തരം പറഞ്ഞില്ല. പക്ഷെ പത്രോസ് മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ പറയാം അങ്ങാരാന്ന്, അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അപ്പൊ കർത്താവ് സബാഷ് എന്നും പറഞ്ഞ് കൈയടിച്ചു പോയില്ല. കർത്താവ് പറഞ്ഞു, മോനെ, ഇത് നിനക്ക് വെളിപ്പെടുത്തിയതേ ജഡരക്ത അല്ല. നീ അഴിച്ചാൽ അഴിയും, നീ കെട്ടിയാൽ കെട്ടപ്പെടും. അർത്ഥം എന്നറിയാവോ? യോഹന്നാൻ അവിടെ നിൽപ്പുണ്ടല്ലോ, അവനെന്താ അധികാരം കൊടുക്കാഞ്ഞ്? യൂദയ്ക്ക് എന്താ അധികാരം കൊടുക്കാഞ്ഞ്? ഈ വെളിപ്പാട് കിട്ടിയവൻ കെട്ടിയാലേ കെട്ടൂ, ഈ വെളിപ്പാട് കിട്ടിയവൻ അഴിച്ചാലേ അഴിയൂ. ഫിലിപ്പോസ് യേശുവിന്റെ അടുക്കൽ വന്നു പറഞ്ഞു, പിതാവേ, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തരാമോ? കർത്താവ് പറഞ്ഞു, എന്നാ ചോദ്യമാണോ നീ ചോദിച്ചേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും. അർത്ഥം എന്നാ? ഈ വെളിപ്പാട് അകത്തു കയറിയാൽ നമ്മൾ സാധാരണക്കാരല്ല. അതിന്റെ തെളിവല്ലേ ഒരു ഭൂതം പിടിച്ച ഒരെണ്ണത്തെ മുമ്പിൽ കൊണ്ടുവന്നപ്പോ അതിനെ പോലും സൗഖ്യം വരുത്താൻ കഴിയാതിരുന്ന പത്രോസ് സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിലേക്ക് കയറിയപ്പോ ജന്മം മുതൽ മുടന്തനായവൻ ചാടി എഴുന്നേറ്റെങ്കിൽ ഈ വെളിപ്പാട് അകത്ത് കയറിയതിന്റെ കരുത്ത. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ആഗ്രഹമാ പറയുന്നത്, നിങ്ങളുടെ ആഗ്രഹമാണെങ്കിൽ ദൈവത്തെ സ്തുതിച്ചാൽ മതി. ഈ തിരുവനന്തപുരം വെസ്റ്റ് സെൻട്രൽ കൺവെൻഷനിൽ പ്രസംഗയോഗങ്ങൾ നടക്കണ്ട, മറിച്ച് ദൈവപുത്രനെ ഇവിടെ ഉയർത്തുമ്പോ തന്നെ ഈ പന്തലിനകത്തു മാത്രമല്ല, ഈ പരിസരങ്ങളിൽ പോലും ദൈവപ്രവൃത്തി സംഭവിച്ചിരിക്കണം. ഞാനിപ്പോ പോകുന്ന എല്ലാ യോഗങ്ങളിലും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ എന്താണെന്നറിയാം പ്രാർത്ഥിക്കാൻ? എന്നെ കുറെ പേര് പറഞ്ഞ് മടുപ്പിച്ച് കളഞ്ഞു. പ്രായം കുറവാന്നേ, തലയിലൊന്നും കയറി കൈവെക്കരുത്, പ്രാർത്ഥിക്കരുത്. അപ്പം അന്ന് ഈ വചനത്തിൻ്റെ ആഴങ്ങളൊന്നും എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാനും അങ്ങനൊക്കെ അങ്ങ് പോയി. പക്ഷേ എന്നെ അനുഭവത്തിലൂടെ കർത്താവ് പഠിപ്പിച്ചു, നിനക്ക് വലിപ്പം കുറവായിരിക്കാം, വണ്ണം കുറവായിരിക്കാം, പക്ഷെ വെളിപ്പാടകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നീ സാധാരണക്കാരനല്ല. അത് പ്രായമല്ല വിഷയം. ഇപ്പം നമ്മൾ സാധാരണ കുമ്പനാടൊക്കെ നമ്മുടെ ദേവദാസന്മാരെല്ലാം പോകാറുണ്ടല്ലോ. അപ്പോൾ ഈ അടൂരോട്ട് പോകുന്ന വഴിയിലേ ബൈപ്പാസ് കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് തിരിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു പെട്രോൾ പമ്പുണ്ട്. നമ്മൾ സാധാരണ എല്ലാവരും പെട്രോൾ അടിക്കാൻ കയറുന്നൊരു സ്ഥലം. ഈ പെട്രോൾ പമ്പിൻ്റെ ബാക്ക് സൈഡിൽ ഒരു കൺവെൻഷൻ നടക്കാറുണ്ട് എല്ലാ വർഷവും. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ആ യോഗത്തിന് പ്രസംഗിക്കാൻ അവസരം എനിക്ക് കിട്ടി. പ്രസംഗം എല്ലാം കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കുറേ പേര് മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് അവസാനം പ്രാർത്ഥിച്ച് ആശീർവാദം പറയാൻ ദൈവദാസൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം കാണാം ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ നല്ല തറവോടെ ഓടി വരികയാണ്, സ്റ്റേജിലേക്ക് ഓടി വരികയാണ്. വരുന്നതിൻ്റെ ഇടയിൽ കരയുന്നുണ്ട്. അവിടെ പേര് മുരളി എന്നാണ്, കുളനടക്കാരനാണ്. അപ്പം കയറിഞ്ഞു വന്നു. അപ്പം എനിക്ക് എന്നാ സംഭവം അറിയത്തില്ല. അപ്പം കയറി വന്നു. അപ്പം ഞാൻ ചോദിച്ചു എന്നാ വിഷയം? അപ്പോൾ ഉടനെ പുള്ളി പറഞ്ഞ കാര്യം കേൾക്കണം. പുള്ളി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പോയിട്ട് പോയതാണ്. ഈ രണ്ട് കാലിലും പ്രശ്നമാണ്. അപ്പോൾ ഡോക്ടേഴ്സ് കിട്ടിയ റിപ്പോർട്ട് നെഗറ്റീവാണ്. അപ്പോൾ വേറെ ദിവസം ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ തകർന്നാണ് ഈ മനുഷ്യൻ വരുന്നത്. അപ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയതാണ്. ആ സമയത്താണ് ഈ ഗ്രൗണ്ടിൽ നിന്ന് ഈ സുവിശേഷ സന്ദേശം ഹൃദയത്തിനകത്തോട്ട് തള്ളിയൊക്കെ കയറി. അപ്പം സഹോദരനാണ് വണ്ടി ഓടിക്കുന്നത്. സഹോദരനോട് പറഞ്ഞു വണ്ടി സൈഡിലോട്ട് ഇടാൻ പറഞ്ഞു, പ്രസംഗം കേൾക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി സൈഡിലോട്ട് ഇട്ടിട്ട് പ്രസംഗം കേൾക്കുകയാണ്. അപ്പോൾ പ്രസംഗം എല്ലാം കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടോ, രോഗികളെ കർത്താവ് സൗഖ്യമാക്കുമെന്നും പറഞ്ഞപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യന് ഇറങ്ങി വരാൻ പറ്റില്ല. കാര്യം രണ്ട് കാലും അതുപോലെ പ്രശ്നമാണ്. അപ്പം ഇറങ്ങി വരാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇദ്ദേഹം എന്തെന്നറിയോ, രണ്ട് കൈയും കാലിലേക്ക് പ്രസ് ചെയ്തിരുന്ന ഒരു ഒറ്റ പ്രാർത്ഥന. അദ്ദേഹത്തിന് സ്തോത്രം പറഞ്ഞ് ആരംഭിക്കാൻ അറിയില്ല, ആമേൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ അറിയില്ല. പക്ഷെ കിട്ടിയ കാഴ്ചപ്പാടിൽ കൈ അമർത്തിയൊരു പ്രാർത്ഥന. പക്ഷെ പ്രാർത്ഥന കഴിഞ്ഞ് നോക്കുമ്പം കാലിനകത്ത് ഒന്നില്ല ബലം എന്തോ ഒരു ശക്തി പോകുന്ന പോലെ എന്തോ കണ്ടു. അത് കഴിഞ്ഞിട്ട് കാലിനകത്ത് വേദന തോന്നുന്നില്ല. അപ്പം കാലിനകത്ത് തന്നെ വെച്ച് കാല് പ്രസ് ചെയ്ത് നോക്കിയപ്പോൾ പ്രശ്നമില്ല. സഹോദരനോട് പറഞ്ഞ് ഡോർ തുറക്കാൻ. കാലെടുത്ത് പുറത്തോട്ട് വെച്ചു, അടുത്ത കാലെടുത്ത് പുറത്തോട്ട് വെച്ചു, നടന്നിഞ്ഞ് സ്റ്റേജ് കയറി പോരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ടവൻ്റെ കാര്യമല്ല പറഞ്ഞത്. ഒരു ലോകത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് അറിയാത്ത ഒരാൾ വിശ്വസിച്ചപ്പോൾ അവൻ്റെ മേൽ ദൈവശക്തി വ്യാപരിച്ചെങ്കിൽ പ്രസംഗമല്ല അവിടെ വിഷയം, ദൈവപുത്രനെ കുറിച്ചുള്ള വെളിപ്പാടാണ്. ഈ കൺവെൻഷന്റെ രണ്ടാം രാത്രിയിലും ആരും മുമ്പോട്ട് വരണ്ട. പക്ഷെ അവിടെ ഇരിക്കുന്ന ഇടത്തിരുന്നത് കൊണ്ട് തന്നെ
സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം ചില ശരീരങ്ങളിൽ വെളിപ്പെടുന്ന കാഴ്ച ആത്മാവിൽ കണ്ടുകൊണ്ട് ഈ ദൂത് പറയുമ്പോൾ ഏത് രോഗത്തോടാ വന്നതെങ്കിലും ആ രോഗത്തെ സ്വർഗം ഇന്ന് രാത്രി സൗഖ്യമാക്കും. ഭവനങ്ങൾക്കകത്തിരുന്ന് ഈ വചനം കേൾക്കുന്ന ചിലരിലേക്ക് അത്ഭുത സൗഖ്യത്തിന്റെ കരം ഇന്ന് രാത്രി സ്വർഗം വെളിപ്പെടുത്തും. ദൈവപുത്രനെ കുറിച്ചുള്ള വെളിപ്പാട് അത് കിട്ടണം പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. ഇനി പൗലോസിന്റെ രണ്ടാമത്തെ പ്രാർത്ഥന, ആ വാക്യം നിങ്ങൾ കേൾക്കണം. ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. അപ്പൊ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നമ്മളെല്ലാവരും ഹൃദയത്തിന്റെ കണ്ണ് തുറന്നവരാ. ചോദ്യം, യേശുവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിച്ചവർ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. കാണാണ്, യേശു ക്രിസ്തുവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിച്ചവർ മജോറിറ്റി. എങ്ങനെ സ്വീകരിച്ചു? ഹൃദയത്തിന്റെ കണ്ണ് യേശു തുറന്നു, അല്ലേ? അതിലും വലിയ നന്മ ജീവിതമുണ്ടോ? കാറ് കിട്ടിയതും വീട് കിട്ടിയതും കാശ് കിട്ടിയതും അല്ലല്ലോ. യേശു നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണ് തുറന്നു, അല്ലേ? സോദരം. അപ്പൊ ഇത് നിങ്ങളുടെ ജീവിതത്തെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ സുവിശേഷ യോഗത്തിന്റെ പ്രത്യേകത ചിലരുടെയും കൂടെ കണ്ണ് തുറക്കേണ്ട ദേശത്ത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, രക്ഷപ്പെടാൻ 10 മാർഗം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈ കാണിച്ചാലേ. പക്ഷെ 10 മാർഗം ഇല്ല, 5 മാർഗവും ഇല്ല. രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം, അത് യേശുവിന്റെ നാമമാണ്. പിന്നെ അത് വ്യാഖ്യാനിക്കാൻ സമയമില്ലെങ്കിൽ ഒറ്റ വാചകത്തിൽ പറയാം. 10 വയസ്സിൽ താഴെ പിള്ളേരുള്ളവരെന്ന് കൈവക്കി. മക്കളോ കൊച്ചുമക്കളോ വല്യമ്മച്ചുമാരും കൈവക്കാം. ഉണ്ട്. ചോദ്യം, പിള്ളേര് കള്ളം പറയോ? പറയത്തില്ലയോ? അത്ഭുത കുഞ്ഞാ. ഞാൻ പ്രസംഗിക്കാൻ വരുന്ന ആളാണ്. അപ്പം അത്ര കുഴപ്പമില്ലാത്തതുകൊണ്ട് എന്നെ പ്രസംഗിക്കാൻ വിളിച്ചത്. പക്ഷെ എൻ്റെ കൊച്ചു നല്ല കള്ളം പറയും. ഞാൻ കള്ളം പറയാൻ പഠിപ്പിച്ചല്ല, പക്ഷെ എന്നാലും ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എന്നോ നുണയായി പറയുന്നത്. എൻ്റെ പെങ്ങളുടെ കൊച്ചിന് വയസ്സ് 2.5, അതും പറയും. രസകരമായ കാര്യം എന്തെന്നറിയോ? എൻ്റെ ചർച്ചിലൊരു കൊച്ചുണ്ട്, ജനിച്ചിട്ട് 1.5 മാസമേ ആയിട്ടുള്ളൂ. ഇവിടെയുള്ള ചില ആൾക്കാർക്ക് അറിയാം അദ്ദേഹത്തെ, ലിജോ എന്ന് പറഞ്ഞൊരു ബ്രദറാ. ഈ കുഞ്ഞ് കഴിഞ്ഞ ദിവസം ചിരിച്ചപ്പോൾ എൻ്റെ വല്യമ്മ പറയുവാണ് കള്ളച്ചിരിയാണ്. ഞാൻ ചിന്തിച്ച്, ഈ 1 മാസം പോലും തികയാത്ത കൊച്ചിന് എന്നെക്കുറിച്ച് പറയുകയാണത് കള്ളച്ചിരിയാന്ന് പറയും. ഈ കള്ള എങ്ങനെ വന്നു? അതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ, എൻ്റെ കൊച്ച് ശിവൻ്റെ കൊച്ചാണ്, അതുകൊണ്ടാണ്. മനുഷ്യ കൊച്ചാണെങ്കിൽ അകത്ത് കള്ളമുണ്ടെന്നേ, അകത്ത് വ്യാജം ഉണ്ടെന്നേ. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, മോക്ഷം കിട്ടാൻ എന്താ ചെയ്യണ്ടേ? പാപമുള്ള ഒരാൾക്ക്, പാപത്തിൻ്റെ ചോര ഒഴുകുന്ന ഒരാൾക്ക് ഒരു പാപിയെ രക്ഷിക്കാൻ കരുത്തുണ്ടോ? ലോകത്തിലെ ഒരു മത നേതാവിനും കരുത്തില്ല, ലോകത്തിലെ ഒരു രാഷ്ട്രീയ ആചാര്യനും കരുത്തില്ല. പക്ഷെ ഇനി യേശുവിനെ കുറിച്ച് ഞാൻ പറയുകയാണ്. ആ അഭിമാനം ഉണ്ടെങ്കിൽ ദൈവത്തെ ഒന്ന് സ്തുതിക്കുന്നതിന് തടസ്സമില്ല. ക്രിസ്തു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, അവൻ വിശുദ്ധ പ്രജയാണ്. ലോകത്തെ നോക്കി യേശു വിളിച്ചു പറഞ്ഞു, നിങ്ങളിൽ ആരെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? ക്രൂശിൽ കിടക്കുമ്പോൾ കള്ളം പറഞ്ഞു, നമ്മൾ തെറ്റ് ചെയ്തു. പക്ഷെ ഈ കിടക്കുന്നവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ കണ്ടുകൊണ്ടിരുന്നവർ പറഞ്ഞു, അവൻ തെറ്റ് ചെയ്തിട്ടില്ല. 5 കോടതികൾ 6 പ്രാവശ്യം വിസ്തരിച്ചപ്പോഴും പറഞ്ഞു, ഇവന് തെറ്റ് ചെയ്തിട്ടില്ല. തെറ്റില്ലാത്ത ഒരേ ഒരുവൻ എന്റെ യേശുവാണെങ്കിൽ പാപിയെ രക്ഷിക്കാൻ പാപരഹിതനായ ക്രിസ്തുവിനല്ലാതെ വേറെ ആർക്കും കരുത്തില്ലാത്തത് കൊണ്ട് ഈ ദേശത്തിന്റെ രക്ഷയ്ക്കും വേറൊരു നാമം ഇല്ല, അത് യേശുവിന്റെ നാമം മാത്രം. ഹല്ലേലൂയ. അപ്പൊ ഹൃദയത്തിന്റെ കണ്ണ് തുറന്നാലേ രക്ഷപ്പെടൂ. അത് ദേശത്ത് സംഭവിക്കണം. പക്ഷെ പൗലോസ് ഇവിടെ പറയുന്നത് ഹൃദയത്തിന്റെ കണ്ണ് തുറക്കണം എന്ന് മാത്രമല്ല, ഹൃദയദൃഷ്ടി എന്ന് പറഞ്ഞാൽ കത്തണമെന്നാണ്. ഹൃദയത്തിന്റെ ദൃഷ്ടി കത്തണമെന്ന് അതെന്നാ പാർശ്വ അതിനർത്ഥം പറയാം. അപ്പം അതിൻ്റെ ഇടയിൽ അതിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോട്ടെ, നമ്മുടെ ഇടയിലും അന്ധന്മാർ ഉണ്ട്. ഒരു വാക്യമുണ്ടല്ലോ, തേജസ്സുള്ള സുവിശേഷം പ്രകാശിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി. ചോദിക്കട്ടെ, കൊട്ടാരക്കരയിൽ വന്ന വർഷ ശിവൻ ശാമുവേലാണോ ഇവിടെ ആദ്യം സുവിശേഷം പ്രസംഗിച്ചത്? ആണോ? പതിറ്റാണ്ടുകളായി, നൂറ്റാണ്ടുകളായി എത്രയോ ഭക്തന്മാർ നിന്ന് സുവിശേഷം പ്രസംഗിച്ചൊരു മണ്ണായത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രസംഗിച്ച വചനത്തിന് മുമ്പിൽ ഇത്രയും പേരൊക്കെ വന്നത് അത്ഭുതം. പക്ഷെ ഒരാശങ്ക ഞാൻ പറയട്ടെ, ഇവിടെ ചുറ്റും താമസിക്കുന്ന 10,000 ഈ സുവിശേഷം കേട്ടിട്ടുണ്ടെങ്കിലും നല്ലൊരു ശതമാനം ഇതുവരെയും അകത്ത് വന്നിട്ടില്ല.
പക്ഷെ ഈ ദേശത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് 2025 ഫെബ്രുവരി മാസം 21 തീയതി വീണ്ടും ദേശത്തോട് വിളിച്ചു പറയുന്നു, ഈ രക്ഷയിലേക്ക് വാ. കാര്യം വേറൊരു മാർഗം ഇല്ല സ്നേഹിത. അതാ ഈ ആശങ്ക, ഇതാ ഇന്നും പേടിക്കുന്ന അതാ. പ്രസംഗിച്ചിട്ട് പോകും. ഇന്നലെ സുഭാഷ് കുമാരൻ ഭാഷ പ്രസംഗിച്ചു, ഞാൻ നാളെ പ്രസംഗിക്കുന്നു, നാളെ രാത്രി ദൈവജനം സംസാരിക്കുന്നു, രാവിലെ ദൈവജനം, രാത്രി ഭീമോനച്ചൻ ഭാഷ പ്രസംഗിക്കുന്നു. പക്ഷെ ഞങ്ങളെല്ലാം വന്നിട്ട് മനുഷ്യനെ ഉയർത്താതെ സുവിശേഷം, പച്ചയായ രക്ഷയുടെ സന്ദേശം പറയുമ്പോൾ പിറങ്കാല് കൊണ്ട് തട്ടിയെറിയല്ലേ. ഹൃദയത്തോട് ചേർത്ത് വെച്ച വചനത്തെ അംഗീകരിക്കുന്നവർക്കായിട്ട് ദൈവത്തിന് സ്വാതന്ത്ര്യം. പുറത്തുള്ളവർക്ക് മാത്രമല്ല, സെൻട്രൽ കൺവെൻഷൻ അല്ലേ, അതുകൊണ്ട് പറയാണ്, ഈ സുവിശേഷം വചനം കേൾക്കുമ്പോഴേ നമ്മളും അംഗീകരിക്കണം, ഇല്ലെങ്കിൽ നമ്മളും അന്തന്മാരാ. എൻ്റെ ജീവിതത്തിലൊരു മാറ്റം പറയാം. 2017 കാലഘട്ടം മുതലാണ് ഞാൻ പ്രസംഗിച്ച് തുടങ്ങുന്നത്. 2017 കാലഘട്ടം. അപ്പോൾ പ്രസംഗിച്ച് തുടങ്ങാനൊരു കാര്യമുണ്ട്. ഞാൻ സുവിശേഷം പ്രസംഗിക്കണമെന്ന് ആഗ്രഹിച്ച ആളല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. എന്നാൽ എനിക്ക് പ്രസംഗിക്കാൻ കഴിവില്ല. ഒരു ഇൻബിൽറ്റ് പ്രീച്ചറല്ല. പ്രസംഗത്തിൻ്റെ ശൈലിയില്ല, വാക്ചാതിരിയില്ല, വാക്കുകൾ വെച്ച് അമ്മാനാട് അറിയത്തില്ല, ആൾക്കാരെ പിടിച്ചിരുത്താൻ അറിയില്ല. അപ്പം സെമിനാരിലൊക്കെ പഠിച്ചു വന്നു കഴിഞ്ഞിട്ടും എന്നെക്കാളും നല്ല കഴിവുള്ളവരും എന്നെക്കാളും കർത്താവിന് വേണ്ടി നിൽക്കുന്നവരൊക്കെ ഒരുപാട് പേര് പഠിച്ചവരൊക്കെ വേദിയിൽ കർത്താവിന് വേണ്ടി കത്തുമ്പോൾ ഞാൻ ആ സദസ്സിലിരുന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, കർത്താവെ അത്രയൊന്നും വേണ്ട, പക്ഷെ ഒരമണിക്കൂർ വചനം പറയാൻ സമയം കിട്ടിയാലേ തെറ്റില്ലാതൊന്ന് പറയാൻ പറ്റിയിരുന്നെങ്കിൽ. പക്ഷെ സാധിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു മീറ്റിങ്ങിന് ഞാൻ പ്രസംഗിച്ചത് ഞാൻ പ്രസംഗിക്കാൻ പോയതല്ല, എൻ്റെ ഒരു സുഹൃത്ത് പ്രസംഗിക്കാൻ പോയത്. അദ്ദേഹത്തെ വിളിച്ചതാണ്. ഞാൻ പേരൂർക്കട സെൻട്രൽ കൺവെൻഷന് വന്നപ്പോൾ എൻ്റെ കൂടെ രാജൻ ജോർജ് പാസ്റ്ററും കൂടെ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ കൂടെ പോയത്. അപ്പോൾ അവിടെ ചെന്ന് ഇദ്ദേഹം ആ ചെന്ന വീട്ടിലെ ദൈവദാസനോട് പറഞ്ഞു, അതൊരു ദൈവദാസൻ്റെ വീടാണ്, പുള്ളി സെമിനാരിൽ പഠിച്ച കേട്ടോ, പുള്ളിക്കും കൊടുക്കാൻ പറഞ്ഞു 10 മിനിറ്റ്. അപ്പം അങ്ങനെ പ്രതീക്ഷിക്കാതെ എനിക്കും കിട്ടി 10 മിനിറ്റ്. അപ്പം ഈ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നിട്ട് ഞാനിങ്ങനെ എഴുന്നേറ്റ് നിന്ന് വേർക്കുകയാണ്, പറഞ്ഞ് ഫലിപ്പിക്കാൻ അറിയില്ല. അപ്പോൾ കാണാം ആ ഭവനത്തിലെ ദൈവദാസനുണ്ടല്ലോ, നടന്ന് ഇങ്ങോട്ട് മുമ്പോട്ട് വന്നിട്ട് കയ്യെ പിടിച്ചിട്ട് മുഖത്തോട്ട് നോക്കിയിട്ടൊരു കാര്യം പറഞ്ഞു, കർത്താവ് പറയുന്നത് നീ പറഞ്ഞ ഞാൻ ഉപയോഗിക്കാൻ മോനെ നിന്നെ. ഇരമ്യാവിനെ പോലെ ചിലതിനെ നീ പൊളിക്കണം, പണിയണം, കെട്ടണം, അഴിച്ചുവിടണം. അന്ന് ഞാനത് ഏറ്റെടുത്തു. ആരുടെ അടുത്തായാലും ഏത് വലിയ ആളുടെ അടുത്തായാലും കർത്താവ് ഒരു ദൂത് പറഞ്ഞാൽ മുഖത്ത് നോക്കി പറയും. അതിന് വല്ല കഴിവും വേണോ? ഇപ്പം ഞാൻ ഇവർക്ക് പരിചയമുള്ളൊരു ചർച്ച, അതുകൊണ്ടാണ് ചർച്ചൻ്റെ പേര് പറയാത്തത്. ഈ അടുത്ത സമയത്തൊരു മീറ്റിങ്ങിന് വന്നു. അപ്പം എന്നോട് പാസ് പറഞ്ഞു, മോനെ 1 മണി വരെ സമയമുള്ളൂ, 1 മണിക്കൊരു ബസ്സുണ്ട്, പല ആൾക്കാർക്കും പോകണം, 1 മണി കഴിഞ്ഞിട്ട് 1 മിനിറ്റ് പോലും നിർത്തരുത്, 12:55 പ്രസംഗം നിർത്തിയേക്കണമെന്ന് പറഞ്ഞു. ഞാൻ 12:45 വാച്ച് നോക്കി, പ്രസംഗം ഒന്നും എത്തിയിട്ടില്ല. 1 മണിക്ക് എന്തായാലും തീരത്തില്ല. അപ്പം ഈ മൈക്ക് സ്റ്റാൻഡല്ല വെച്ചേക്കുന്നത്, അത്യാവശ്യം തൊട്ട് പുറയിലായിരിക്കുന്നത്, ഇവിടെ ഇച്ചിരി മാറിയിരിക്കുന്നത്. തൊട്ട് പുറയിരിക്കുന്നതിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്, നിങ്ങൾക്കറിയാമോ? ഒന്ന് ലീഡ് ചെയ്യുക എന്നുള്ളതാണ്. 2 ചില ആൾക്കാരുണ്ട് ഇങ്ങനെ സൂപ്പർ ഫാസ്റ്റ് പോകുന്ന പോലെ അങ്ങ് പോകുമ്പോൾ പുറയുന്നൊരു പിടി വരും. അത് നിങ്ങൾക്ക് കിട്ടത്തില്ല, ഞങ്ങൾ എല്ലാവർക്കും കിട്ടിയിട്ടുള്ളതാണ് പല സാഹചര്യങ്ങളിൽ. അപ്പം എനിക്കറിയാം ഈ പാർശ്വ സ്വഭാവത്തിന് ഉറപ്പ് പിടി വരും. അപ്പം ഞാനൊരു കാര്യം ചെയ്തു, ഈ മൈക്ക് എടുത്തോട്ട് മുമ്പോട്ടങ്ങ് ഇറങ്ങി, പുറകെ വന്ന് പിടിക്കാതിരിക്കാനാണ്. പക്ഷേ പാസ്റ്റർ എന്നെപ്പോലുള്ള പല മിടുക്കന്മാരെയും കണ്ടിട്ടുള്ള ആളാണ്. ഞാനൊരു 1:10 കഴിഞ്ഞിട്ടും അടിച്ച് ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ ഞാൻ നോക്കുമ്പോൾ നാണ്ട ഓടി വരുന്നില്ല, നാണ്ട് ആ പരുവത്തിലുള്ള ഒരെണ്ണം ഇങ്ങോട്ട് വന്ന ഒരു തട്ട്, എന്നിട്ട് പറഞ്ഞ് പാഷപ്പച്ചൻ പറഞ്ഞെന്ന് നിർത്താൻ. അപ്പോൾ യോഗം കഴിഞ്ഞപ്പം ഞാൻ പാഷയോട് ചോദിച്ചു, പാഷ അതൊരു വല്ലാത്ത ചെയ്തിയായി പോയല്ലോ. പാഷനോട് പറയാം, മോനെ കീബോർഡ് വായിക്കുന്ന ടൈറ്റസിനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ ചെന്ന് പറയാൻ. അവൻ പറഞ്ഞ് എന്നെ കൊണ്ടൊന്നും പറയണം, അവനും ഞാനവിടെ കൂട്ടുകാരാ, നാളെ ആയാലും പുള്ളിക്ക് എന്നെ കാണണം. അപ്പം പാഷ് പറയുകയാണ്, ഞാൻ നോക്കുമ്പോൾ സൈസിന് അടിക്കാൻ പറ്റിയത് കൊച്ചാ. ആ കുഞ്ഞിനെന്നെ സംബന്ധിച്ചു, ഞാൻ PIPയുടെ പ്രസിഡന്റ് ആണെങ്കിൽ അതിനെന്നാ വേണം? അത് വന്നിട്ട് പറഞ്ഞു നിർത്ത്, അതാ ദൂത്, അങ്ങനെ പറയാൻ ആള് വേണം. ഈ തലമുറയിൽ കർത്താവിന് വേണ്ടി നിൽക്കണ്ടേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ 7 വർഷത്തിനിടയിൽ ഞാൻ കണ്ടൊരു മാറ്റം പറയാം. ഈ സുവിശേഷം പ്രസംഗിച്ചു തുടങ്ങിയ സമയത്ത് എവിടെ ചെന്നാലും മുഖത്ത് നോക്കി ദൂത് പറയും. അതിൻ്റെ പേരിൽ പലയിടത്തും പ്രസംഗം നടന്നിട്ടുണ്ട്. പലരും എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, മോനെ ഇങ്ങനെയാണോ പ്രസംഗിക്കുന്ന, മര്യാദയ്ക്ക് പ്രസംഗിക്കടാ. പ്രസംഗിച്ച ദൈവദാസനെ അടുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇനി മേലായി പുള്ളിയെ വിളിക്കരുത്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറയാം,
ഒരിടത്തും പ്രശ്നമില്ല. അപ്പം നമ്മൾ ചിന്തിക്കും എല്ലാവരും നന്നായി, അല്ലെങ്കിൽ പാസ്റ്റർക്ക് അല്ല. ഇപ്പം ആർക്കും ഏക്കുന്നൊന്നുമില്ല. ഒരു 7 വർഷം മുമ്പ് ഈ മെസ്സേജ് പറയുമ്പോൾ നല്ല വെട്ടുകൊള്ളുമായിരുന്നു, നല്ല കുത്തുകൊള്ളുമായിരുന്നു. പക്ഷെ ഇന്ന് കുത്തിയിരുന്ന് കേൾക്കുകയാണ്, അകത്തോട്ടൊന്നും കയറുന്നില്ല. ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ഞാനൊരു ചർച്ച ചെന്നു ദൈവാത്മാവിനോട് ദൂത് പറഞ്ഞു. അത് പച്ചയ്ക്ക് ഞാൻ കയറി അടിച്ചു. യോഗം കഴിഞ്ഞപ്പോൾ ഒരച്ഛൻ ഓടി ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, പൊന്നു മോനെ ഇങ്ങനെയാടാ പ്രസംഗിക്കേണ്ടത്, നല്ല ദൂത്. സഭയുടെ അന്തരീക്ഷം അറിഞ്ഞ് ദൈവാത്മാവ് സംസാരിച്ചതാ. കഴിച്ചോണ്ടിരുന്ന സമയത്ത് പാർഷനോട് ചോദിച്ചു, ആ പുള്ളി എന്തോ പറഞ്ഞെന്ന്. ഞാൻ പറഞ്ഞു ഇതാണ്. അപ്പോൾ അയാളാണ് ഇവിടുത്തെ 1ാമത്തെ വഴക്കാളി. ഒരു ഫാൻ കേടായതിൻ്റെ പേരിൽ കഴിഞ്ഞ ആഴ്ച സഭായോഗത്തെ മുൾമുരയെ നിർത്തിയ കക്ഷിയാണ്. പുള്ളി വന്നിട്ട് പറയുകയാണ്, എനിക്ക് കിട്ടിയില്ല, ബാക്കി എല്ലാവർക്കും കിട്ടിയെന്ന്. ഇന്ന് ഈ കൺവെൻഷന്റെ 2ാം രാത്രി ഈ സന്ദേശം ഇവിടെ ഇരിക്കുന്നവരോടാ. ഇങ്ങോട്ട് തട്ടരുത്, നെഞ്ചത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് എനിക്കുള്ള ദൂതാന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വചനം പുറത്തുള്ളവർക്ക് മാത്രമല്ല, പെന്തക്കോസ്തുകാരാ, നീ നിത്യതയിൽ പോകാൻ ബാഹ്യപ്രകടനം പോരാ, വചനത്താൽ ഹൃദയത്തിന്റെ അകത്ത് പരിച്ഛേദന സംഭവിച്ചാലേ നിത്യതയിൽ പോകത്തുള്ളൂ. ഇന്ന് രാത്രി ആമേൻ പറയുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഇടയിൽ അന്ധന്മാരുണ്ടെന്നേ. പിന്നെ രാവിലെ ഞാൻ പറഞ്ഞതായതുകൊണ്ട് ആ ഭാഗം ഞാൻ പറയുന്നില്ല. ലവോദിക്ക സഭയെ നോക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, നീ അന്ധനാന്ന്. കാര്യം ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല എന്ന് പറഞ്ഞാൽ അവിടെയും ചാടും ഇവിടെയും ചാടും. കേൾക്കണം, ലോകത്തിനൊപ്പം ചാടിയിട്ട് ഇവിടെ ചാടരുത്. നമ്മൾ പെന്തക്കോസ്തുകാരാന്ന അഭിമാനം ഉണ്ടാകണം. ആർക്കും ചാടുന്നവനല്ല പെന്തക്കോസ്തുകാരൻ. ഇന്ന് രാത്രി അഭിമാനത്തോടെ സ്തോത്രം പറയാൻ പറ്റുമോ? ഇവിടെ ആൾക്കൂട്ടമല്ല വിഷയം, ഇതിനകത്തൊരു സഭയുണ്ട്. ആ സഭയെ ചേർക്കാനാണ് കർത്താവ് വരാൻ പോകുന്നത്. ആ സന്തോഷമുള്ളവർ കരങ്ങളോട് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് പറയാം. അന്ധന്മാർ നമ്മുടെ ഇടയിലുണ്ട്, ഹസ്രദൃഷ്ടിയുള്ളവരുമുണ്ട്. ഹസ്രദൃഷ്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ കരുത്താണ് അറിയാം. അതുകൊണ്ട് ഈ മുമ്പിലിരിക്കുന്നതൊക്കെ കാണും, പുറകോട്ട് കാണില്ല. ദൈവസഭകളോടാണ് പറയുന്നത്. ചർച്ച് 65 വയസ്സുകാരൻ്റെ മാത്രമല്ല, ഈ 10 വയസ്സുകാരുടെ ആ ചർച്ച്, അതും കൂടെ കാണാൻ കണ്ണു വേണം. ഇന്ന് രാവിലെ എല്ലാവരും ഇല്ലായിരുന്നു, എങ്കിലും രാവിലെ പറഞ്ഞൊരു കാര്യം ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാം. എന്നാണെന്നറിയാമോ? തലമുറകളുടെ മേലൊരു കണ്ണ് വേണമെന്നേ. അപ്പം ഈ ഞാൻ പറയാറില്ല, യാക്കോബ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നല്ല മനുഷ്യനായിരുന്നെങ്കിലും പിള്ളേരെ പലതിനെയും കിട്ടിയില്ല. ഏലി കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ലൊരു പാർശ്വമായിരുന്നു, പക്ഷെ പിള്ളേരെ കിട്ടിയില്ല. ശമൂവേലായിരുന്നു ദാൻ മുതൽ ബേർശേബ വരെ വിശ്വസ്ത പ്രവാചകന, പക്ഷേ പിള്ളേരെന്തിയെ കിട്ടിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്, പക്ഷെ പിള്ളേരെന്തിയെ കിട്ടിയില്ല. അപ്പം ഞാൻ 2 സഹോദരിമാരുടെ ചരിത്രം ഇന്ന് രാവിലെ പറഞ്ഞു. ഇവരെല്ലാം മിടുക്കന്മാരാണെങ്കിലും സ്വന്തം തലമുറയെ നേടാൻ പറ്റിയില്ല. പക്ഷെ 2 സഹോദരിമാരുണ്ടല്ലോ, തലമുറയെ തൊടാൻ അവർ അനുവദിച്ചില്ല. ഇടുവി കയറി നിന്ന് ഫൈറ്റ് ചെയ്തു. ഇന്ന് രാവിലെ പറഞ്ഞ ദൂത് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എനിക്കൊരു നിയോഗം തരുന്നുണ്ട്, വിളിച്ചു പറയാം. നമ്മുടെ തലമുറകളെ പിശാചിന് കൊടുക്കരുത്. അവൻ കഞ്ചാവ് എടുക്കാൻ ഇടയാകരുത്, അവൻ ലഹരിക്ക് അടിമയാകാൻ ഇടയാകരുത്, അവൻ മദ്യത്തിന് അടിമയാകാൻ ഇടയാകരുത്. തിരുവനന്തപുരത്ത് നടന്ന ദുരന്തങ്ങൾ നമ്മുടെ സഭകളിൽ നടക്കാൻ ഇടയാകരുത്. ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്നവർ ദൈവത്തെ ആരാധിച്ചോ. ഇത് പരിശുദ്ധാത്മാവ് ചിലരോട് സംസാരിക്കുന്ന ദൂത. ചില തലമുറകളെ തകർത്ത് കളയാൻ പിശാചൊരുക്കുന്ന പദ്ധതികൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. കുഞ്ഞുങ്ങളും കർത്താവിനെ ആരാധിക്കാൻ നിയോഗമുണ്ടെങ്കിൽ ദൈവത്തെ ആരാധിക്കാം. ഇന്ന് രാത്രി പിശാച് ചില തലമുറകളുടെ മേലെ എഴുതി വച്ചിരിക്കുന്ന രേഖകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ക്യാൻസൽ ആവുകയാണ്. ദൈവകുഞ്ഞാടിന് മഹത്വം, ദൈവകുഞ്ഞാടിന് മഹത്വം, ദൈവകുഞ്ഞാടിന് മഹത്വം, ദൈവകുഞ്ഞാടിന് മഹത്വം. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില അമ്മമാര് ഹൃദയം തകർന്ന് കരയുന്നുണ്ട്, ചില പിതാക്കന്മാര് ഹൃദയം തകർന്ന് കരയുന്നുണ്ട്, ചില തലമുറകൾ കൈവിട്ടു പോകുന്നു. എന്നാൽ ഇന്ന് രാത്രി തിരിച്ചു പിടിക്കാൻ ഒരു നിയോഗം, തിരിച്ചു പിടിക്കാൻ ഒരു അഭിഷേകം സ്വർഗം തന്നെ ജനത്തിന് മേൽ ഇന്ന് രാത്രി പകരുക. ഹല്ലേലൂയ. ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ നമുക്ക് വേണ്ടിയുള്ള കരുതൽ നമുക്ക് കാണാം. അതാണ് ഹാഗർ ഒരു കരച്ചില്, യോ ബാലന്റെ മരണം എനിക്ക് കാണണ്ട, ദൈവം അവിടെ കണ്ണുറന്നു. അപ്പം എന്താണ്ട് കരുതൽ കണ്ടു. പ്രവാചക ശിഷ്യന്റെ പറയാണ്, നമ്മളിപ്പം ചാവും. പക്ഷേ പ്രവാചകൻ പറഞ്ഞു, ഇവന്റെ കണ്ണം തുറന്നാൽ മതി. കർത്താവ് എൻ്റെ കണ്ണുറന്നു.
അപ്പോൾ പറഞ്ഞു, നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം. അപ്പം അതുകൊണ്ടേ ഹൃദയത്തിൻ്റെ കണ്ണടഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് നിരാശ കയറിയേക്കുന്നത്. ഒന്നുകൂടെ കടത്തി പറയാം. ഏലിയാവിനെ എന്നോട് കെരീത്ത് തോട്ടിലോട്ട് പോകാനാണോ കർത്താവ് ആദ്യം പറഞ്ഞത്, അതോ കാക്കയോടാണോ പറഞ്ഞത്? അല്ല, കാക്കയോടാണ്. ഏലിയാവിനോട് പറഞ്ഞു, ഞാൻ കാക്കയോട്. അതിൻ്റെ അർത്ഥം ഏലിയാവിനോട് പറയുന്നതിന് മുമ്പേ കാക്കയോട് പറഞ്ഞു, എൻ്റെ ഭക്തൻ വരുന്നുണ്ട്, നീ അങ്ങ് വെക്കോ. അപ്പോൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞാൽ മതി, നമ്മൾ പലതും കാണുന്നില്ലെങ്കിലും നമുക്കുള്ള കരുതൽ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ തലമുറകളെ സംബന്ധിച്ച് എന്ത് ചെയ്യും? ഒന്നും വിഷമിക്കേണ്ടത്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ കാക്കാൻ ശക്തൻ എന്നുറച്ചിരിക്കുന്നു. കരുതുന്നൊരു ദൈവമുണ്ട്. അത് കാണാൻ ഹൃദയത്തിൻ്റെ കണ്ണ് തുറക്കുന്നവർക്കായിട്ട് ദൈവത്തിന് മഹത്വം. ഇത്രയും പറഞ്ഞ ആ ഭാഗം അവസാനിപ്പിക്കാം. ഇപ്പം 2 പ്രാർത്ഥനാ വിഷയം. 1, ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കിട്ടണം. 2, ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. 3, വിളിയാലുള്ള ആശ ഇന്നതെന്നറിയണമെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സത്യം പറഞ്ഞാൽ വിളി എന്ന് പറയുന്നത് ദൈവമാണ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് നമുക്കിത്ര അഭിമാനം. ഇവിടെയുള്ള ദൈവദാസന്മാരെ കുറിച്ച് പറയട്ടെ, അവർ തൻ്റെ ഇടത്തോട് ഇരിക്കുന്നത് ടെൻഷൻ ഉള്ളത് കൊണ്ട്, ടെൻഷൻ ഇല്ലാത്തത് കൊണ്ടല്ല, ഹൃദയത്തിനകത്ത് നിരാശയൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല. പക്ഷെ അവരെ വിളിച്ചത് IPC അല്ല, പ്രസ്ഥാനമല്ല, ഒരു സെൻട്രൽ ഭാഷമല്ല, കർത്താവ് വിളിച്ചത് കൊണ്ടാണ് ഈ തൻ്റെ ഇടം. ഈ കടന്നു വന്ന നിങ്ങളോട് പറയാണ്, ഒരു നിരാശയും വേണ്ട. കാര്യം നമ്മളെ വിളിച്ചത് മനുഷ്യനല്ല, ദൈവമാണ്. ഞാനതുകൊണ്ടല്ലേ ജീവിക്കുന്നത്, നിങ്ങളും അതുകൊണ്ടല്ലേ ജീവിക്കുന്നത്. അപ്പം നമ്മളെ കർത്താവ് വിളിച്ച വിളി നമ്മൾ അറിയണം. അപ്പം എൻ്റെ ഭാര്യയും ഞാനും കൂടെ ഒരു പ്രശ്നമില്ല കേട്ടോ, സന്തോഷമാണ്. പക്ഷെ എൻ്റെ ഭാര്യ എന്നെ അച്ചാച്ചാന്നാണ് വിളിക്കുന്നത്. പക്ഷെ വിളിച്ചു തുടങ്ങിയിട്ട് 9 വർഷമായിട്ടുള്ളൂ. 9 വർഷം. എൻ്റെ കുഞ്ഞുണ്ടല്ലോ, ഭയങ്കര സ്നേഹമാണ്. ഇപ്പം ഞാൻ ഇന്ന് സാവപ്പാഷോട് പറഞ്ഞു, ബഹളമായിരുന്നു ഇന്നിവിടെ വരണമെന്ന്. അപ്പോൾ രാവിലെ വൈകിട്ടുകൊണ്ടാണ് ഞാൻ കൊണ്ടുവരാൻ. ഞാൻ വീട്ടിലോട്ട് ചെല്ലട്ടെ, എൻ്റെ കൊച്ചു ഓടി ഇങ്ങോട്ട് വന്ന് പുറത്തൂടെ കയറി ഇറങ്ങും, കയ്യേ വല്ലതും ഉണ്ടെങ്കിൽ പിടിച്ചു വരച്ചുകൊണ്ട് പോവും. അപ്പോൾ ഈ സ്നേഹം കാണുന്നവർ ദൂരെ നിന്ന് കാണുമ്പം വിചാരിക്കും, എന്നാ സ്നേഹം, അപ്പനും മോളും കൂടെ യുഗായുഗമായിട്ടുള്ള ബന്ധമാണ്. ഇവിടെ 8 വർഷമായിട്ടുള്ളൂ. 8 വർഷം എന്നെ അപ്പാ എന്നൊന്ന് വിളിച്ചിട്ടേ 8 വർഷമായിട്ടുള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം അമ്മയുടെ സ്നേഹമെന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ പെറ്റമ്മ എന്നെ മോനെ എന്ന് വിളിച്ചിട്ട് 38 വർഷമായിട്ടുള്ളൂ. എൻ്റെ കൂടപ്പിറപ്പ് എന്നെ ചാച്ചാ എന്ന് വിളിച്ചിട്ട് 35 വർഷമായിട്ടുള്ളൂ. പക്ഷേ പൗലോസ് പറഞ്ഞു, എൻ്റെ ജനനം മുതൽ എന്നെ വിളിച്ചിരിക്കുന്നത് ദൈവം. സങ്കീർത്തനത്തിൽ പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ നീ ഒരു പിണ്ടാകാരമായിരുന്നപ്പോൾ, ഷെയ്പ്പ്ലെസ് ആയിരുന്നപ്പോൾ നിന്നെ കണ്ടതാണ്. യിരെമ്യാവിനോട് പറഞ്ഞു, മോനെ അല്ലല്ല, അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകും മുമ്പേ ഞാൻ നിന്നെ കണ്ടതാണ്. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, ലോകസ്ഥാപനത്തിന് മുമ്പേ. അതിന് ഈ സന്തോഷം മതിയോ? നമ്മളെ വിളിച്ച ദൈവം ഇന്നും ഇന്നലെയും കണ്ടതല്ല. എന്നാ വിളിയാ വിളി. ആ വിളി കണ്ടിട്ടാണ് വിളിച്ചത്. പറഞ്ഞത് ഇത് ശ്രേഷ്ഠ വിളിയാണ്, ഇത് സ്വർഗീയ വിളിയാണ്, ഇത് വിശുദ്ധ വിളിയാണ്, ഇത് നിത്യ വിളിയാണ്. ഇങ്ങനെ വിളിച്ച കർത്താവിനെ നമുക്ക് എങ്ങനെ സ്തുതിക്കാതിരിക്കാൻ പറ്റും? അതുകൊണ്ട് നമ്മൾ പാടുന്നൊരു പഴയ പാട്ടുണ്ട്, ലോകസ്ഥാപനമും എന്നെയും കണ്ടല്ലോ, ലോകസ്ഥാപനമും എന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നു ജീവനെ തന്ന്. ചേർന്ന് പാടാമോ? ലോകത്തിൽ വന്നു ഓ എത്രയോ ശ്രേഷ്ഠമാ സ്വർഗീയ വിളിയ, എത്രയോ ശ്രേഷ്ഠം. ഓ എന്നെയും യോഗ്യനാ എണ്ണിയ സ്നേഹമേ, എണ്ണിയ സ്നേഹമേ, യേശുവിൻ സ്നേഹത്താ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താ. ഓ തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹം
സത്യം പറഞ്ഞാ ഉണ്ടല്ലോ, ഒരു സുവിശേഷ യോഗം എന്ന് പറയുന്നത് ഒരു ഇൻവിറ്റേഷനാ, ഒരു വിളി. എങ്ങോട്ടുള്ള കോളിംഗ് ആണെന്നറിയാവോ? നിത്യജീവനിലേക്കുള്ള വിളി. അതാണ് സുവിശേഷ യോഗത്തിന്റെ കരുത്ത്. ഞാൻ സാധാരണ സുവിശേഷ യോഗങ്ങളിൽ പോകുമ്പോൾ ഒരു ഉദാഹരണം പറയാറുണ്ട്. എന്നറിയോ, ഇപ്പോ ഞാൻ നോക്കുമ്പോൾ നല്ല വെള്ളമുണ്ടും വെള്ള ഷർട്ടൊക്കെ ഇട്ടിരിക്കുകയാണ്. പക്ഷെ ഞാനൊരു മാന്യനുമല്ലായിരുന്നു, ഞാനൊരു ക്യൂവിലായിരുന്നു. ആ ക്യൂ നിത്യം മരണത്തിലേക്കുള്ള ക്യൂ ആയിരുന്നു. ചാക്കോ പാസ്റ്റർ വേദിയിലിരിപ്പുണ്ട്. നിങ്ങളവരും ബഹുമാനിക്കുന്ന ദൈവദാസനെ ഇന്ന് ബഹുമാന്യത തോന്നുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പൂർവ്വകാലം ബഹുമാനിക്കപ്പെട്ട ഭൂതകാലം അല്ല. അദ്ദേഹം ഉണ്ടായിരുന്നു ഈ ക്യൂവിൽ. എങ്ങോട്ട് പോയാന്നറിയാമോ? ചുവട് വെച്ച് നിത്യമരണത്തിലേക്ക്. പാട്ടുപാടുന്ന പ്രിയ നിതീഷ് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയനാണ് ദൈവദാസൻ. പക്ഷേ ആ ദൈവദാസൻ ഇന്ന് പാടുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും. പക്ഷെ അദ്ദേഹം ഉണ്ടായിരുന്നു ഈ ക്യൂവിൽ. ചാകാൻ പോയതാ. പക്ഷെ രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്നറിയോ? പ്രാണനാഥൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നിത്യമരണത്തിലേക്ക് കൂപ്പുകുത്തിയ എന്നെ കരം പിടിച്ചിട്ട് സ്വർഗീയ വിളിയാൽ വിളിച്ച് തേജസ്സിലേക്ക് നടത്തിയെങ്കിൽ എന്നെ വിളിയ ദൈവം എന്നെ വിളിച്ച വിളി. ഇനി ഇപ്പോഴും ഇത് മനസ്സിലാകാത്തവർക്കൊരു കാര്യം പറയാം. നമ്മളിപ്പോൾ ചാകാൻ തുടങ്ങുമ്പോൾ രക്ഷപ്പെടുത്താൻ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ രക്ഷപ്പെടുത്താത്തവരുണ്ടേ. അല്ല, ഞാനൊരു 2-3 മാസം മുമ്പ് ഒരു കൊച്ചിയിൽ നിന്നൊരു ഇത് കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഉറങ്ങിപ്പോയി, അപകടം ഉണ്ടായി. വണ്ടി മറിഞ്ഞ് ഞാനിങ്ങനെ കിടക്കുകയാണ്. ഞാൻ നോക്കിയപ്പോൾ ഒരു കാറിൽ ഒരു പ്രായമുള്ളൊരു പുള്ളിയും ഒരു ഭാര്യയും കൂടി ഇങ്ങോട്ട് ഇറങ്ങി വന്നു. അപ്പം ഞാൻ ഈ ദൂരെ നിന്ന് കാണുന്നുണ്ട് ഈ വണ്ടി മറിയുന്നൊക്കെ. ഇങ്ങോട്ട് നടന്നിങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ ഒന്ന് നോക്കി, ഞാൻ അകത്ത് കിടപ്പുണ്ടോന്ന്. ഉണ്ടെന്ന് കേട്ടപ്പോൾ അങ്ങ് കയറിപ്പോയി. പിന്നെ നമ്മൾ ഈ വിമർശിക്കുകയൊക്കെ ചെയ്യുന്ന 3-4 ഫ്രീക്കം പിള്ളേർ അതുവഴി വന്നപ്പോൾ അവന്മാർ ചാടി ഇറങ്ങിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ കിടപ്പുണ്ടെന്ന് നാട്ടുകാരെ അറിയിച്ച് രക്ഷപ്പെടുത്തിയത്. അപ്പം അങ്ങനെയുള്ള പുള്ളികളും ഉണ്ട്. പക്ഷെ നമ്മളാരും അങ്ങനെ അല്ല. ഒരു അപകടത്തിലേക്ക് പോവാണ്, ചാകാൻ തുടങ്ങുവാൻ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടുത്തും. പക്ഷേ കർത്താവ് ചെയ്തതിൻ്റെ നിസ്തുല്യത എന്നാണെന്നറിയാം. പറയാം, ചുവട് വെച്ച് നിത്യമരണത്തിലേക്ക് പോയി ചാകാൻ തുടങ്ങി എന്നെ രക്ഷപ്പെടുത്തുക മാത്രമല്ല, രക്ഷപ്പെടുത്തി എന്നെ മകനാക്കി തീർത്തു. അതിന് ഈ സ്തോത്രം മതിയോ എൻ്റെ പ്രിയപ്പെട്ടവരെ? മകനാക്കി തീർത്തി ആ സ്നേഹം ഓർക്കുമ്പോ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റും? ഇന്ന് രാത്രി ഒരു കാര്യം പറയട്ടെ, നീ മരിക്കാൻ പോകുകയാണ് എന്ന വാണിങ് ദേശത്തോട് വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ഈ കൺവെൻഷന്റെ 2ാം രാത്രി നിന്റെ നിത്യമരണം മാറ്റാൻ രക്ഷകനായ ക്രിസ്തു ഈ യോഗത്തിന് കടന്നു വന്നിട്ടുണ്ട്. നിന്നെ രക്ഷിക്കുക മാത്രമല്ല, മകനാക്കി മാറ്റാൻ ഇന്ന് രാത്രി സ്വർഗം തരുന്ന നിയോഗമാണ് സുവിശേഷ യോഗം. അതിന് സ്നേഹിത എന്താ ചെയ്യണ്ടേ? യോഹന്നാൻ 1:12 അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. ഒരു മെഴുകുതിരി കത്തിക്കേണ്ട, നേർച്ച കാഴ്ച വേണ്ട, യാഗയോഗ ഹോമ പെരുന്നാളുകൾ ആചാരങ്ങൾ ഒന്നും വേണ്ട. ഇരിക്കുന്നിടത്തിരുന്നു കൊണ്ട് യേശുവിന്റെ ഹൃദയത്തിനകത്ത് വരണമെന്ന് പ്രാർത്ഥിച്ചാൽ ഈ രാത്രി മകനാക്കി മാറ്റാൻ കരുത്തുള്ളവനാണ് ക്രിസ്തു. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, വിളിയാലുള്ള ആശീനതൊന്നും തിരിച്ചറിയണം. എന്നിട്ട് 4ാമത് പൗലോസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയം ഏറെ ഗൗരവമുള്ളതാണ്. എന്താണെന്നറിയാമോ? ആ വാക്യം കാണണം. അവൻ്റെ വിളിയാലുള്ള ആശീനതൊന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാദനം. അപ്പം മഹിമാദനം എന്ന് കേൾക്കുമ്പോൾ 11ാം വാക്യം കൂടെ ചേർത്ത് പറയാം. അവനിൽ നാം അവകാശവും പ്രാപിച്ചെന്ന്. ആരിൽ? ക്രിസ്തുവിൽ. അപ്പം ക്രിസ്തുവിലൂടെ മക്കളായി തീരുമ്പോൾ നമ്മൾ ആരാ? അവകാശികൾ. ഈ അവകാശമാണ് കിട്ടിയ ദാനം മുഴുവൻ. ഞാൻ ചോദിച്ചോട്ടെ, ചാക്കോ പാസ്റ്റർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, സന്തോഷം. അപ്പം ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, എൻ്റെ പിതാവിന് തുല്യനാണ് പാസ്റ്റർ. നാളെ വസ്തു ചോദിച്ചോണ്ട് ചെന്നാലോ? മക്കൾ 2 പിടിരിപ്പുണ്ട്, അവരങ്ങ് ചെല്ലും. ചെന്നിട്ട് പറയേ, വസ്തു ഞങ്ങൾക്കുള്ള, എനിക്ക് കിട്ടത്തില്ല. മക്കളാന്നൊക്കെ പറയാം. പക്ഷേ കാൺമീന്നാൻ ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് നൽകിയ അവകാശം ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്.
അപ്പം ഈ അവകാശത്തിന് പറയുന്ന പേരുകൾ നിങ്ങൾ ബൈബിളൊന്ന് നോക്കിയാൽ മതി, ഞാൻ പറഞ്ഞു വിടാം. 1:8 വാക്യം പറയാണ് കൃപാധനം. കണ്ടോ, കൃപാധനം എന്ന് പറഞ്ഞാൽ ആരുടെയും കുടുംബ മഹിമ കൊണ്ട് കിട്ടിയതല്ല, കൃപയാൽ കിട്ടി. ഇനി 1:8 വാക്യമാണ് ഞാൻ വായിച്ചത്. 2:4 വാക്യം ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ ആരോ അത് പറഞ്ഞു, കരുണയിൽ സമ്പന്നൻ. നമുക്ക് കിട്ടിയ കരുണയെ പറഞ്ഞറിയിക്കുന്നതിനപ്പുറം. ഇനി 2:6 വാക്യം കണ്ടോ, അത്യന്തധനം. അപ്പൊ കൃപാധനം, കരുണാസമ്പന്നത, പിന്നെന്താണ് അത്യന്തധനം. അത്യന്തധനം എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒരു ധനം പറയാൻ ഇല്ല. ഈ നാട്ടിലെ ഏറ്റവും വലിയ ധനാട്യർ അംബാനി അദാനി ഒന്നുമല്ല, മറിച്ച് നമുക്ക് കിട്ടിയതുപോലെ ധനം ആർക്ക് കിട്ടി? കാര്യം സകലത്തിനും മീതെയുള്ള ക്രിസ്തു എൻ്റെ അവകാശമാണ്, അതാണ് എൻ്റെ അഭിമാനം. അത്യന്തധനം. ഇനി 3-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ പറയണം അപ്രമേയ ധനം. അപ്രമേയ ധനം എന്ന് പറഞ്ഞാൽ എൻഡിലെസ് റിച്ചസ് എന്ന പൗലോസ് പറഞ്ഞൊരു ഭാഷയുണ്ട്, പറഞ്ഞു തീരാത്ത സ്തോത്രം. ഞാൻ പ്രസംഗിച്ച് തുടങ്ങിയിട്ടുള്ളൂ, 10 വർഷം പോലും ആയിട്ടില്ല ഞാൻ പ്രസംഗിച്ച് തുടങ്ങിയിട്ട്. അതുകൊണ്ട് വേദിയിലിരിക്കുന്ന എത്ര പഴക്കമുള്ള ദേവദാസന്മാർ സ്റ്റേജിലിരിക്കുന്നേ, എത്ര പ്രസംഗിച്ചിട്ടും കൊതി തീർന്നിട്ടില്ല. പാടിയവരോട് ചോദിച്ചേ, കൊതി തീർന്നിട്ടുണ്ടോ? ഇല്ലില്ല. സ്തോത്രം പറഞ്ഞ് കൊതി തീരുവോ? കർത്താവ് ചെയ്ത ഉപകാരം ഓർത്താൽ പറ്റത്തില്ലെന്ന്. 3:16 പറയാണ് മഹത്വത്തിൻ്റെ ധനം. അപ്പം കൃപാധനം, അത്യന്തധനം, മഹത്വത്തിൻ്റെ ധനം, പിന്നെ അപ്രമേയ ധനം. ഇത് നമുക്ക് ലഭിച്ചെന്നുള്ളത് കൊണ്ടാണ് നമ്മളെപ്പോലെ സമാനതയുള്ള ഒരു കൂട്ടവും ലോകത്തിലില്ലെന്ന് പറയുന്നത്. അപ്പം ഇത് കേട്ടല്ലോ, ഇനി കേൾക്കണം. ഇത് കിട്ടാൻ വേണ്ടി കർത്താവ് ചെയ്തതും കൂടെ നമ്മൾ അറിയണം. അത് കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞൊരു വാക്യമാണ്. അത് പറയുമ്പോൾ നെഞ്ച് തകർന്നേ പറയാൻ പറ്റൂ. നമ്മളെ സമ്പന്നനാക്കാൻ മഹാസമ്പന്നനായ ദൈവം ദരിദ്രനായി തീർന്നു. ഒന്നുകൂടെ ഞാൻ തിരിച്ചു പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആ ദൂത് മനസ്സിലായെങ്കിൽ ദൈവത്തെ ഒന്ന് ആരാധിക്കണം. ഞാൻ ഒന്നുമില്ലാത്തവനായിരുന്നു, എനിക്കൊന്നും അവകാശപ്പെടാനില്ലായിരുന്നു. പക്ഷെ സീറോയായ എന്നെ ഹീറോയാക്കി മാറ്റാൻ ഹീറോയായ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു. ദരിദ്രനായി തീർന്നത് കൊണ്ട് ഞാൻ സമ്പന്നനായി തീർന്നു. ഇന്ന് രാത്രി ആ ലഭിച്ച അനുഗ്രഹം ഓർത്തുകൊണ്ട് കർത്താവിനെ ആരാധിക്കാൻ കൃപ ലഭിച്ചവർ ഒരുമിച്ച് അല്പസമയം കർത്താവിനെ ആരാധിച്ചാണ്ട് ഞാൻ ആ വാക്യം എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ ഓടി വന്നത് ഫിലിപ്പിയ ലേഖനത്തിലെ വാക്യമാണ്. എന്താണ്? അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം, അതിനപ്പുറത്തേക്ക് കയറാൻ ആരേലും ഇവിടെ ഉണ്ടോ? അതിനപ്പുറത്തേക്ക് അവിടുന്ന് ഭൂമിയിലേക്ക് വന്നെന്ന് പറയുന്നത് ഒരു അത്ഭുതമല്ലേ? ഇവിടെ പാക്കഡ് ആണ്. ഞാൻ ഈ 2-3 ആഴ്ചക്ക് മുമ്പ് തിരുവനന്തപുരത്തൊരു മീറ്റിങ്ങിന് വന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ 500 കസേര 50 പേര്. അപ്പം അധ്യക്ഷനായിട്ടിരുന്ന പാസ്റ്റർ എനിക്ക് തോന്നുന്നു ഒരു 10 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും, ദയവ് ചെയ്ത് ഇനി മുമ്പോട്ട് കയറിയിരുന്നാട്ട്. ഒരു 10 പ്രാവശ്യം പറഞ്ഞപ്പം കാണാം ഒരു 5 പേര് വന്ന് നിർബന്ധം കൊണ്ട് വന്ന് മുമ്പിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യമാണ്. അപ്പോൾ പെട്ടെന്ന് ഇതെൻ്റെ മനസ്സിലോട്ട് വന്നു, തൊട്ട് പുറയിരിക്കുന്ന കസേരയെന്നേ മുമ്പോട്ട് കയറിയിരിക്കാൻ നമുക്ക് തയ്യാറില്ലാതിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവരൂപത്തിൽ ഇരുന്നവൻ അത് വിട്ട് ഭൂമിയിലേക്ക് വന്നെന്ന് പറയുന്ന ഒരു അത്ഭുതമല്ലേ? ഇനി വന്നപ്പോൾ ദൂതനായിട്ട് വരായിരുന്നു. അല്ല, ഏത് വേഷത്തിലാണ് വന്നതെന്നറിയോ? മനുഷ്യവേഷത്തിൽ. കണ്ട് ദാഹിക്കുന്ന, വിശക്കുന്ന, വേർക്കുന്ന, ഹൃദയത്തിനകത്ത് നിരാശ വരുന്ന മനുഷ്യവേഷത്തിൽ കർത്താവ് വന്നത് അത് അതിലും വലിയ അത്ഭുതമല്ലേ? ഇനി മനുഷ്യവേഷത്തിൽ വന്നെങ്കിൽ ചക്രവർത്തിയായിട്ട് വരായിരുന്നു. അപ്പോൾ ഒരു രാജ്യം കാണും, പടയാളി കാണും, കൂടെ നിൽക്കാൻ ആൾ കാണും. പക്ഷെ വന്നത് രാജാവിൻ്റെ വേഷത്തിലല്ല, ചക്രവർത്തിയുടെ വേഷത്തിലല്ല, അടിമയുടെ വേഷത്തിൽ വന്നെന്ന് ഞാൻ ചിന്തിച്ചു. കർത്താവെ അവിടെ കൊണ്ട് അവസാനിപ്പിച്ചുകൂടായിരുന്നു. പൗലോസ് പറഞ്ഞു, ഇല്ലില്ല, അടിമ വേഷത്തിൽ വന്നെന്ന് മാത്രമല്ല മരണത്തോളം താഴ്ത്തിയെന്ന്. ഈ മരണത്തോളം താഴ്ത്തി എന്നൊക്കെ പറയുമ്പം 90 വയസ്സ് വരെ അടിച്ചു പൊളിച്ച് ജീവിതത്തിലെ എല്ലാം ആസ്വദിച്ചിട്ട് എന്നാ ചത്തേക്കാന്ന് പറഞ്ഞ് ചത്തതല്ല. 33.5 വയസ്സിന്റെ ചോര തിളയ്ക്കുന്ന പ്രായത്തിൽ സ്വന്തം ശരീരം മാനവരാശിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രൻ. ഇനി ആ മരണമെന്ന് പറയുന്നത് സാധാരണ മരണമാണോ എൻ്റെ പ്രിയപ്പെട്ടവരെ? ക്രൂശ് മരണത്തെ പോലെ
കിരാതമായൊരു മരണം ചരിത്രത്തിലുണ്ടായിട്ടില്ല. എൻ്റെ ഭാര്യയ്ക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ട്. അപ്പം ഞാൻ പലപ്പോഴും അവളിങ്ങനെ തല ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വേദന വരുമ്പോൾ. അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഒന്നും അല്ലെങ്കിലും സ്വന്തം കയ്യേലും ഉണ്ടല്ലോ ഇങ്ങനെ പ്രസ് ചെയ്യാനേ. പക്ഷെ ക്രൂശിൽ കിടക്കുമ്പം നമ്മുടെ ചിന്ത കയ്യേലാണി അടിച്ചെന്നല്ല, കൈത്തണ്ടയിലാണി അടിച്ചിട്ട് സ്വോത്രം കെട്ടിവെക്കുമായിരുന്നു രണ്ട് കൈയും. ഒരു സ്വാതന്ത്ര്യമില്ല. കാലെ ഉറുമ്പ് കടിച്ചാൽ നമ്മൾ മറ്റേ കാല് വെച്ച് തട്ടിക്കളയും. പക്ഷെ കാല് രണ്ട് വാണി അടിച്ചിട്ട്, രണ്ട് കൈ വാണി അടിച്ച് കാൽവരി കിടക്കുന്ന ദൈവപുത്രനെ ഒന്ന് തോർത്തിയാട്ട്. ഇതുപോലൊരു കിരാത മരണം ലോക ചരിത്രത്തിൽ ആരും ആസ്വദിച്ചിട്ടില്ല. റോമൻ നാണയങ്ങളും ഈയക്കട്ടകളും ഇരുമ്പ കഷങ്ങളും ചേർത്തുണ്ടാക്കിയ ചാട്ടവാർ വെച്ച് അടിച്ചു പുറം പൊളിക്കുമ്പോൾ ഒരു പ്രാവശ്യം പോലും കർത്താവ് എന്നെ അടിക്കല്ലേ എന്ന് പറഞ്ഞില്ല. എന്താ പറയാന്നറിയാവോ? കൊണ്ടയടി മുഴുവൻ എനിക്ക് വേണ്ടിയാണ്. എൻ്റെ കുഞ്ഞിനെ ഞാൻ അടിച്ചിട്ടില്ല, ഇന്നുവരെ അടിച്ചിട്ടില്ല. പക്ഷെ വഴക്ക് പറയാറുണ്ട്. വഴക്ക് പറയുമ്പോൾ തന്നെ നമുക്ക് വിഷമാണ്. തെറ്റ് ചെയ്യാതെങ്ങാണം അബദ്ധത്തിലാണ് വഴക്ക് പറയുന്നതെങ്കിൽ എൻ്റെ മുമ്പിൽ നിന്നിട്ട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് എൻ്റെ കുഞ്ഞ്. അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, 5 കോടതികളും 6 പ്രാവശ്യം വിസ്തരിച്ചു, 5 കോടതികളും എഴുതി വെച്ചു, ഇവന് ഒരു തെറ്റുമില്ല. പക്ഷെ തെറ്റില്ലെന്ന് പറഞ്ഞപ്പോഴും എന്നാൽ ഞാൻ നിരപരാധിയാണ് എന്നും പറഞ്ഞ് യേശു ഇറങ്ങിപ്പോയില്ല. മറിച്ച് അവിടെ നിന്ന് അടി മുഴുവൻ കൊണ്ടു. 135 കിലോയ്ക്കധികം ഭാരമുള്ള മരക്കുരിശും തോളിൽ വഹിച്ചുകൊണ്ട് കാൽവറിയിലേക്ക് നടന്നു പോയപ്പോ പിന്നീട് ലേഖകൻ എഴുതി വെച്ചു, അവിടെ കിടന്ന് കരഞ്ഞതല്ല, മരണം ആസ്വദിച്ചെന്ന്. എന്തിനാണ് മരണം ആസ്വദിച്ചെന്നറിയാമോ? എന്നെ രക്ഷിക്കാൻ, ഈ ദേശത്തെ വീണ്ടെടുക്കാൻ, ഈ ദേശത്തെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ട് കാൽവറി പിടഞ്ഞു മരിച്ച ദൈവപുത്രനെ ഈ കൺവെൻഷന്റെ 2ാം രാത്രിയിലും ഇവിടെ ഉയർത്തിയിട്ട് പറയുന്നു, ഇതുപോലെ സ്നേഹിച്ച മറ്റൊരാളില്ല. ദരിദ്രരായ എന്നെ സമ്പന്നനാക്കാൻ ക്രിസ്തു സീറോയായി തീർന്ന കൃപ നിങ്ങൾ അറിയാതിരിക്കരുത്. നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. സകലത്തിലാക്കും അധിപനും അവനാം, ഉലകത്തെ നിർമ്മിച്ചോനും ആകാശവലയത്തെ രചിച്ചോനും, സകലത്തിലാക്കും അധിപനും അവനാം, ഉലകത്തെ നിർമ്മിച്ചോ. പഴയൊരു പാട്ടാണല്ലോ, കരങ്ങൾ നടിച്ചു പാടാമോ? ആകാശവലയത്തെ അമ്മേ താണുവന്നുലകത്തിൽ, താണുവന്നുലകത്തിൽ അമ്മേ മാനവർക്കാൽ മരിച്ചുയർത്തേ ദാനമൈരം നരർക്കായി ഭയമെന്തിനാൻ ലേശവും കലങ്ങേണ്ട, നാം അവൻ ദാസരായി വസിച്ചേ, നാം യേശുവിൻ ജനമേ, ലേശവും കലങ്ങേണ്ട, നാം അവൻ ദാസരായി വസിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രൻ എന്തിന്? സീറോയായ എന്നെ ഹീറോയാക്കാൻ, എന്നെ ധനാഠ്യനാക്കി മാറ്റാൻ. ലോകത്തിന്റെ ധനമല്ല, മറിച്ച് ക്ഷയിക്കാത്ത, വാട്ടമില്ലാത്ത, മാലിന്യമില്ലാത്ത, കള്ളൻ മോഷ്ടിക്കാത്ത ആ നിത്യധനത്തിന് എന്നെ ഉടമയാക്കാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രൻ. ഹല്ലേലൂയ. ഇനി അവസാനം പൗലോസ് പ്രാർത്ഥിച്ചു നിർത്തുന്ന അവസാനത്തെ പ്രാർത്ഥനാ വിഷയം, അവരുടെ മേൽ വ്യാപരിക്കുന്ന, നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിസരത്തുള്ള പ്രിയപ്പെട്ടവരൊക്കെ ദൈവത്തിന്റെ വചനം കേൾക്കുന്നുണ്ട്. എന്തിനാണ് ഈ പെന്തക്കോസുകാർ അന്യഭാഷ പറയുന്നത്? അഭിഷേകത്തെ ദൈവത്തെ ആരാധിക്കുന്ന ഉത്തരം കർത്താവ് ശമരിക്കാർ സ്ത്രീയോട് പറഞ്ഞു, ഇനി ആരാധന ആ മലയിലും ഈ മലയിലും അല്ല, സത്യനമസ്കാരികൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക
വന്നു ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു രൂപവും വെച്ചിട്ടില്ല, ഇവിടെ ഒരു പിക്ചറും തൂക്കിയിട്ടില്ല. പക്ഷേ ആത്മനിറവ് പ്രാപിച്ചവർക്കറിയാം ഇതിനകത്ത് വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം അല്ലേ. അത് അറിഞ്ഞവരാണോ ഈ ഇരിക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ അത് അറിഞ്ഞവരറിയാതെ ദൈവത്തെ ആരാധിക്കും. ഒരു രൂപവും വേണ്ട, പക്ഷേ ഇവിടെ വ്യാപരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അതിനാണ് ഹൃദയത്തിനകത്ത് പകർന്ന അഭിഷേകം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സന്തോഷം നമ്മൾ അനുഭവിക്കുന്നത് ദേശത്തോട് വിളിച്ചു പറയണം. ഇത് ദേശം അറിയണം. ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയവരുണ്ടോ? ഏകരായിട്ട് വിശ്വാസത്തിൽ ഇറങ്ങിയവർ ഒന്ന് ദൈവദാസന്മാർ പലരും കാണും. ഇതിനകത്തുണ്ടോ ഏകരായിട്ട് വിശ്വാസത്തിൽ ഇറങ്ങിയ പ്രിയപ്പെട്ടവര്? ഒന്നല്ല, 2, 3, 4 ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. കേൾക്കണം എന്റെ പ്രിയപ്പെട്ട, ഇറങ്ങി വന്നിട്ട് മണ്ടത്തരായെന്നുള്ളവരാലുണ്ടോ? കൈവക്കി ഇറങ്ങണ്ടായിരുന്നു. അങ്ങനെ ചിന്തിച്ചിട്ടുള്ള ഇന്ന് വരെ ഞാൻ ക്രിസ്തീയ ജീവിതത്തിന്റെ മാധുര്യം അറിഞ്ഞ ഒരാടെന്നാവിന്ന് പോലും ഞാനത് കേട്ടിട്ടില്ല. അതിന്റെ കാര്യം എന്താണെന്നറിയോ? ഇതിനകത്തെ സന്തോഷം ഭയങ്കരമാണ്. ആത്മനിറവിൽ ആരാധിക്കുന്നവരോട് ചോദിക്കുകയാണ്, നമ്മൾ പള്ളിയും പള്ളിമേടകളും അൾത്താരകളും ഒക്കെ വിട്ടിറങ്ങി തിരിച്ചു. പക്ഷെ അകത്ത് വന്നിരുന്നിട്ടേ നമുക്കിപ്പോൾ ഓലമേഞ്ഞ കെട്ടിടങ്ങളൊന്നുമില്ല. പക്ഷെ പണ്ടത്തെ കാലത്ത് ഓലമേഞ്ഞ കെട്ടിടമാണെങ്കിലും ചാണകം മെഴുകിയ തറയാണെങ്കിലും അകത്ത് വന്നിരിക്കും അനുഭവിച്ച സന്തോഷം എന്നാ സന്തോഷമാണ്. കെട്ടിടത്തിന്റെ സന്തോഷം അല്ലായിരുന്നു, അകത്ത് അനുഭവിച്ച ആത്മശക്തിയാണ്. ഇത് കൺവെൻഷന്റെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുക. ഈ മീറ്റിംഗ് ഉണ്ടല്ലോ, അസാധാരണമായ സന്തോഷത്തോടെ കടന്നു പോകണം. അതിന് ഒരു സിനിമ ഇവിടെ കാണിക്കാനില്ല, ഒരു നാടകവും കാണിക്കുന്നില്ല. പക്ഷെ ഇതിനകത്ത് സാക്ഷാത് ദൈവമായ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അഭിഷേകം അനുഭവിച്ച ദൈവമക്കൾ അധരങ്ങൾ തുറന്ന് കർത്താവിനെ ആരാധിച്ചോണം. ഈ അവസാന നിമിഷങ്ങൾ ആ വലിയ ആനന്ദം അനുഭവിക്കുന്ന നിമിഷങ്ങളാ. ഹല്ലേലൂയ. പിന്നെ ഈ ശക്തിയുടെ വലിപ്പം എങ്ങനെ അറിയേണ്ടതെന്ന് അറിയാമോ? ഇങ്ങനെ ചിന്തിച്ചാൽ മതി. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ അതേ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ. അടുത്ത വാചകം ചേർത്തെന്ന് പറഞ്ഞേ, പറ. ബാക്കി അറിയാന്നല്ലേ? ഒറ്റ വാചകത്തിൽ പറയാം, നമ്മെ ഉയർപ്പിക്കുമെന്ന്. അതല്ലേ വേണ്ടേ? ഞാൻ കർത്താവിന്റെ രണ്ടാമത്തെ കുറിച്ചല്ല പ്രസംഗിച്ചത്, എങ്കിലും പറയാം. ഈ വചനം ഉയർത്തിപ്പിടിച്ചോണ്ട് പറയാം. ഞങ്ങള് സുവിശേഷകരായിരുന്നു കാലങ്ങളോളം. ഈ ദേശത്തെല്ലാം നടന്നിട്ട് യേശു വരുന്നു യേശു വരുന്നു യേശു വരുന്നു എന്ന് പറയുന്നത്. പക്ഷെ ഇന്നുണ്ടല്ലോ യൂട്യൂബ് ചാനലിലും സെക്കുലർ ചാനലിലും ഇരുന്നു കൊണ്ട് ഹൈന്ദവരായ സഹോദരങ്ങളും ഇസ്ലാം മത വിശ്വാസികളും നല്ല ബുദ്ധിയുള്ളവര് പച്ചയ്ക്ക് പറഞ്ഞു തുടങ്ങി യേശു വരുന്നത് സത്യമാണ്. ഞാൻ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി. ABC ചാനൽ എന്ന് പറഞ്ഞ ചാനലുണ്ട്. അത് തീവ്ര ഹിന്ദു നിലപാടുള്ളൊരു ചാനലാണ്. അവിടെ കഴിഞ്ഞ ദിവസം ഒരു സംഭാഷണം നടക്കുകയാണ്. രാമചന്ദ്രൻ സാറും വടയാർ സുനിലും കൂടെയാണ് സംസാരിക്കുന്നത്. വടയാർ സുനിൽ ഇപ്പം 10 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടാവും, കണ്ടേ ഞാൻ ബൈബിൾ വിശ്വാസിയായി. കാര്യം ലോകത്ത് നടക്കുന്ന സകല സംഭവങ്ങളും ബൈബിൾ പറയുന്ന പോലെ നടക്കുന്നേ. അത് 10 കാരണം ഇദ്ദേഹം ഇങ്ങനെ നിരത്തി പറയണം. 1, 2, 3, 4, 5 അങ്ങനെ 10 കാരണം. അപ്പം രാമേന്ദ്ര സാറിനെ നിങ്ങൾക്ക് അറിയാലോ, പ്രായമുള്ള മനുഷ്യൻ. അപ്പം അദ്ദേഹം പറഞ്ഞു, സുനിലേ ഒരു കാര്യം, സുനിൽ ഇപ്പം പറയുന്നല്ലോ എല്ലാം ബൈബിള് പറയുന്ന പോലെ നടക്കുന്നത്, ബൈബിള് പറയുന്ന പോലെ നടക്കുന്നത്, ബൈബിള് പറയുന്നത്. അപ്പൊ പിന്നെ ഈ ബൈബിള് പറയുന്നുണ്ടല്ലോ യേശു വരുമെന്ന്, അത് സത്യമാണോ? അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അപ്പം ഈ സ്വതസിദ്ധമായ സുനിലിന്റെ ഭാഷയിൽ സുനിൽ പറയാണ്, സാറേ ഈ പറഞ്ഞതെല്ലാം ബൈബിള് പറഞ്ഞ പോലെ നടക്കുന്നതെങ്കിൽ അത് മാത്രം എങ്ങനെ നടക്കാതിരിക്കും? പെന്തക്കോസുകാരോ ഉപദേശിമാരോ പറയുന്നത് മാറ്റ്. പക്ഷേ അത്യാവശ്യം ബുദ്ധിയുള്ളവർ പറയാണ്, ലോക ചരിത്രം ബൈബിള് പറയുന്നത് പോലെ ഇനി അധികം താമസമില്ല, വരാനുള്ളവൻ വരും. ആ പ്രത്യാശയകത്തുള്ളവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. ഇപ്പൊ കർത്താവ് വരാറായെന്ന്, നമ്മുടെ ദുഃഖം മാറാറായി, നമ്മുടെ വേദന മാറാറായി. അപ്പൊ ഉത്തരം, യേശു വരുമ്പോ ഉയരണ്ടേ, ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കണ്ടേ? ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കണമെങ്കിൽ ആത്മാവകത്ത് വേണമെന്ന്. അഭിഷേകം പ്രാപിച്ചവർ ഇത് കേൾക്കുമ്പോൾ ആനന്ദത്തോടെ ദൈവത്തെ സ്തുതിക്കണം. അഭിഷേകം പ്രാപിക്കാത്തവർ പ്രാപിച്ചോണം ഇന്ന് രാത്രി. കാര്യം കർത്താവ് വരുമ്പോൾ അകത്ത് ആത്മാവില്ലെങ്കിൽ പോക്ക. നമ്മുടെ വിഷയം ജനനമൊന്നുമല്ല, മരണമല്ല, ഉയർപ്പാ. ഇപ്പം മരണത്തിന്റെ കാര്യമൊക്കെ ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ ഇന്ന് മരിച്ചാലും ചിലപ്പം ഇന്ന് ഇവിടെ പ്രസംഗിച്ചിട്ടുള്ളത് കൊണ്ട് നാളെ ഇവിടുന്ന്
ചാക്കോ പാസ്റ്ററൊക്കെ വരുമായിരിക്കും. വന്നിട്ട് അവിടെ ചെന്നിട്ട് ഒരു അനുശോചനം അടിക്കും, അങ്ങ് പോകും. ഒരുമാതിരിപ്പെട്ട എത്ര വലിയ ആളായാലും ഇനി അത്രയ്ക്ക് അങ്ങ് ഇൻറ്റിമസി ആണെങ്കിൽ ചിലപ്പം ആ പെട്ടിയുടെ മുമ്പിൽ കുറേ പേരിരിക്കും. അല്ലെങ്കിൽ സാബു സാറ് പോലും അവസാനം വരെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വന്ന് അനുശോചനം പറഞ്ഞിട്ട് പുള്ളിയും പൊടിയും തട്ടി പോകും. അത്രയൊക്കെ ഉള്ളൂ. മരണവും ഫ്യൂണറും ഒക്കെ അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഭാര്യ ആയാലും കുറേ ദിവസം കരയും, പക്ഷെ ജീവിതകാലം മൊത്തം കരഞ്ഞോണ്ടിരിക്കുമോ? അങ്ങനൊക്കെ തോന്നുന്നു, ചുമ്മാതാ. ഏതെങ്കിലും ഭർത്താവ് മരിച്ചപ്പോൾ ഭാര്യ എന്നാ ഞാനും വരുവാ അച്ഛാ എന്ന് പറഞ്ഞ് ചാടുന്ന കണ്ടിട്ടുണ്ടോ? ഒരു ഭാര്യയും ചാടത്തില്ല. എത്ര സ്നേഹിക്കുന്നവരായാലും കല്ലറ വരുമ്പം ബൈ ബൈ. അത് കഴിഞ്ഞിട്ടേ ഒരാട്ടി പോലും നമ്മുടെ കൂടെ ഒരാളും വരാൻ ഇവിടില്ല. മരണം ഒരു വിഷയമല്ല, പക്ഷെ മരണം കഴിഞ്ഞിട്ടൊരു ഉയർപ്പുണ്ട്. മരണത്തിന് 10 പേര് വന്നില്ലേലും സാരമില്ല, പക്ഷെ ഉയർപ്പിലെടുക്കപ്പെട്ടില്ലെങ്കിൽ നമ്മളെ പോലെ ഹതഭാഗ്യരില്ല. ഹല്ലേലൂയ. പിന്നെ ഞങ്ങളെപ്പോലുള്ള ദൈവദാസന്മാര് പറയുന്നതൊന്നും ആ കാര്യത്തിൽ ഗൗരവമായിട്ട് എടുക്കണ്ടായി. ഇനി നമ്മുടെ ചർച്ചിന്റെ പ്ലേസ്ട്രി പേരുണ്ടെങ്കിൽ കൊണ്ടുവന്ന് അങ്ങോട്ട് അടക്കുന്ന സമയത്തെ ഞങ്ങൾ മണ്ണ് ഇട്ടിട്ട് പറയും എഴുന്നേറ്റ് വരുമെന്ന്. അത് ഞങ്ങളുടെ വയറ്റിൽ പിഴപ്പാ, പറഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ വീട്ടുകാർ ഞങ്ങളെ വെച്ചേക്കത്തില്ല. പക്ഷെ മര്യാദയ്ക്ക് ജീവിച്ചില്ലേ, പരിശുദ്ധാത്മാ ഭാഗത്തില്ലെങ്കിൽ ചാക്കോ പാസ്റ്റർ പറഞ്ഞാലും പൊങ്ങത്തില്ല, ഞാൻ പറഞ്ഞാലും പൊങ്ങത്തില്ല. പക്ഷെ ഒരു പ്രൗഢി ഇല്ലെങ്കിലും, കോവിഡ് വന്ന് കൂട്ടിയിട്ട് കത്തിച്ചതാണെങ്കിലും, ഒരു നല്ല ഫ്യൂണറൽ നടന്നില്ലേലും പേടിക്കണ്ട. യേശു ഭാഗത്തുള്ളവൻ ക്രിസ്തു വരുമ്പോൾ ഉയർത്തെഴുന്നേറ്റിരിക്കും. ഈ സർ ഐസക് ന്യൂട്ടൺ ഗുരുത്വാകർഷണ നിയമം കണ്ടുപിടിച്ച മഹാനായ മനുഷ്യനാണ്. നല്ല ബൈബിൾ വിശ്വാസിയായിരുന്നു. അദ്ദേഹത്തിന്റെ അടുക്ക വന്നൊരു കൂട്ടുകാരൻ ചോദിച്ചു, നിങ്ങൾ ഈ ഇത്രയും വലിയൊരു സയന്റിസ്റ്റ് ഇത്രയും കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ട് ഈ ബൈബിൾ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അദ്ദേഹം പറഞ്ഞു, എന്നാ വിശ്വസിക്കുന്നതിന് പ്രയാസം? ഇപ്പൊ ഒരു ചോദ്യം ചോദിച്ചു, ഈ മരിച്ചവർ ഉയർക്കുമെന്ന് പറയാനില്ലേ, അതെന്നാ പൊട്ടത്തര? ഇനി മരിച്ചു കഴിഞ്ഞാൽ തിരുമേനി ആയാലും അയ്മേനി ആയാലും ഏത് രാഷ്ട്രീയ നേതാവാണെങ്കിലും മുഖ്യമന്ത്രി ആണെങ്കിലും ഞാനാണെങ്കിലും ആരായാലും 3-ാം ദിവസം ശരീരം അഴുകി തുടങ്ങും. മണ്ണ് മണ്ണോട് ചേരും, പിന്നെ എല്ലൊക്കെ പൊടിയും, പിന്നെ എന്നാ കിട്ടുമെന്നായി പറയുന്നേ. അപ്പൊ നൂറ്റാണ്ടുകളായി ജീവിച്ച വിശുദ്ധന്മാരൊക്കെ ഇപ്പം അവിടെ ഒന്നും കാണത്തില്ല കല്ലറയില്ലേ. അപ്പൊ യേശു വരുമ്പോ എഴുന്നേറ്റ് വരുമെന്നൊക്കെ പറയുന്നത് പൊട്ടത്തരല്ലേ എന്ന് ചോദിക്കുമ്പോ ഐസക്കിനോട് ഉത്തരം പറഞ്ഞില്ല. നേരെ പരീക്ഷണശാലയ്ക്കകത്തോട്ട് കയറി കുറെ ഇരുമ്പ് തരികൾ എടുത്തോണ്ട് പുറത്തോട്ട് വന്നു. എന്നിട്ട് ഈ താഴെ കിടക്കുന്ന മണ്ണിനോടങ്ങ് മിക്സ് ചെയ്തു. എന്നിട്ട് ചോദിച്ചു, ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് തരാമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇത് നിങ്ങളുടെ കയ്യിലിരുന്നതാണ്, ഈ മണ്ണോട് മിക്സ് ചെയ്തു, ഇനി എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ കളറ് അങ്ങനെ എടുക്കാൻ പറ്റുമോ? ഐസക് ന്യൂട്ടൺ അകത്തോട്ട് വീണ്ടും കയറി ഒരു നല്ല ശക്തിയുള്ള മാഗ്നറ്റ് എടുത്തോണ്ട് പുറത്തോട്ട് വന്നു. ഒരു പിടി മേളിക്കൂടെ നോക്കുമ്പം ഈ മണ്ണ് വിട്ടിട്ടേ ഇരുമ്പ് തരികളെല്ലാം കൂടെ ചാടി കയറി പിടിച്ചു മാഗ്നറ്റിലേക്ക്. അപ്പോൾ ഉടനെ ഐസക് ന്യൂട്ടൺ പറഞ്ഞു, ഇത് മണ്ണോട് ചേർന്നെന്നൊക്കെ നിങ്ങൾ പറഞ്ഞാലും, മിക്സായി പോയി ഇനി സെപ്പറേറ്റ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞാലും, ഇതുമായി ബന്ധമുള്ള ഒന്ന് മേളി വന്നപ്പം ഇത് പറന്നു വന്ന് പറ്റിപ്പിടിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ യേശു അകത്തുള്ളവനെ എവിടെ കൊണ്ടൊന്ന് കുഴിച്ചിട്ടാലും കർത്താവ് വരുമ്പോ പറന്നുയരും. പക്ഷെ അതില്ലാതെ സ്വർണം വെച്ചുള്ള സെമിത്തേരി അടക്കിയാലും ചേട്ടാ പൊങ്ങില്ല. അതുകൊണ്ട് സെമിത്തേരി അല്ല വിഷയം, ഉയർപ്പാണ് വിഷയം. കർത്താവ് വരാറായി, നമ്മുടെ കണ്ണീര് മാറാറായി. ഇന്ന് രാത്രി അപ്രത്യാശയാകത്തുള്ള ദൈവമക്കൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുക. ഒരുമിച്ച് അത്തരങ്ങൾ തുറന്നു പ്രാർത്ഥിക്കാമോ? 2-3 മിനിറ്റിനുള്ളിൽ മെസ്സേജ് നിർത്തും. പ്രാർത്ഥിക്കാൻ പോവാണ്. എല്ലാവരും അത്തരങ്ങളെ തുറന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാണ്. ഈ ഒരു 5 മിനിറ്റ് മാറ്റിവെക്കുന്നത് നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാനുള്ള ലൈസൻസ് അല്ല, മറിച്ച് കേട്ട വചനത്തിൻ്റെ ഒരു പ്രാവർത്തികത ഇതിനകത്ത് സംഭവിക്കണം, ഒരു പ്രായോഗികത സംഭവിക്കണം. അതുകൊണ്ട് ആ ഇരിക്കുന്നിടത്തിരുന്ന് കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചു. എല്ലാവരും പ്രാർത്ഥിക്കും.